സ്ക്രീൻ ഷെയർ നീ വന്നു എടാ ഇത് തുടങ്ങിയോ തുടങ്ങി പറഞ്ഞിട്ടാണോ കാണിച്ചപ്പോ ഇയാളാണോ ക്ലാസ് എടുക്കുന്നത് അല്ലല്ലോ ശരത് എന്ന് പറഞ്ഞ ഒരു സാറില്ലേ ഒരു ക്ലാസ് തന്നെ Send this song to someone you really miss. It's just a good thing. Hello, audible ആണോ ഞാൻ പറയുന്നത്? Yes, sir. Yeah, fine. So, നമുക്ക് start ചെയ്യാം. Okay, fine. So, നമുക്ക് start ചെയ്യാം. So, ഇന്നലെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ എൻ്റെ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ടാവും. സോ കോണ്ടന്റ് പാർട്ട് കറക്റ്റായിട്ട് എൻ്റെ പറഞ്ഞിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡാണ്. എന്താണ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ഇയറിൽ പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും പ്രിലിംസിന് ഉണ്ടായിട്ടില്ല. സോ ബട്ട് കുറച്ച് കൂടി രീതിയിൽ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് ക്രാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണാലോ? Yes, sir. സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് എങ്ങനെയാണ് നമുക്ക്. നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അതിനുശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എലിമിനേഷൻ പ്രോസസിനെ കുറിച്ച്. നിങ്ങൾ ഒരുപാട് നിങ്ങളെല്ലാം പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് ലീഡ് IASന്റെ മെക്കാനിസത്തിൽ നമുക്ക് ഈ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു സെഷൻ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ടോക്ക് അബൌട്ട് ദി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് UPSC ചോദിക്കുന്നത് നോക്കും. ദെൻ അപ്രോച്ചസ് ടു ദി ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാനുള്ള അപ്രോച്ചസ് നോക്കും. ദെൻ നമ്മൾ എന്തുകൊണ്ടാണ് ആൻസർ തെറ്റിക്കുന്നത് കാര്യങ്ങൾ നമ്മൾ നോക്കും. ദെൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ബേസിക് ക്വാളിറ്റീസ് നമ്മൾ നോക്കും. പിന്നെ ലീഡ് IASന്റെ പ്രിലിംസ് മെക്കാനിസംസ് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗോൾഡൻ റൂൾസിനെ കുറിച്ചും പറയും. സോ ഇതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ജനറലി സ്പീക്കിംഗ് പ്രിലിംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. either it will be conceptual or application type questions or pure factual questions. കൺസെപ്റ്റിലോ ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ഈ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി
വളരെ കുറവായിരിക്കും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്. ഒരു 10%, 15%, കൂടിപ്പോയ 20%. 20 ക്വസ്റ്റ്യൻസ് ആണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് മാക്സിമം ഉണ്ടാവുള്ളൂ. ബട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആണെന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ ആ ക്വസ്റ്റിനെ നോക്കി കാണുന്നതിന്റെ പ്രശ്നമാണ്. പ്യുവർലി ഫാക്ച്വൽ എന്ന് പറയാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് യു പി എസ് സിയിൽ ഉണ്ടാവുള്ളൂ. അതാണ് യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും വലിയ യൂണിക്നെസ് ആയിട്ടാണ് പറയുന്നത്. കമ്പയറിംഗ് പി എസ് സി എക്സാമിനേഷനോ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ എന്താണ്, അതുപോലെ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല യു പി എസ് സിയിൽ ചോദിക്കുന്നത്. കൺസെപ്റ്റൽ ആൻഡ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് യു പി എസ് സി ചോദിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി 2 തരം ക്വസ്റ്റ്യൻസ് ആണ് യു പി എസ് സിക്ക് ഉള്ളത്. സോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു. കൺസെപ്റ്റൽ പവർ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു സ്ക്രീനിൽ. ഈ 2 ക്വസ്റ്റ്യൻസും കൺസെപ്റ്റൽ പവർ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആർ ബി ഐനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗവർണർ ഓഫ് ആർ ബി ഐ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഗവർണർ ഓഫ് ആർ ബി ഐ എവിടെ നിന്നാണ് പവർ ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവർണർ ഓഫ് ആർ ബി ഐന് ഡയറക്ഷൻസ് കൊടുക്കുന്ന ആരാണ്. സോ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ആർ ബി ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ് എന്നുള്ള കൺസെപ്റ്റൽ ബാക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. ബട്ട് നിങ്ങൾക്ക് എന്തറിയണം, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സമയത്ത് പറഞ്ഞാൽ റിസഷന്റെ സമയത്ത് നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്നാണ്. സോ ബേസിക്കലി എന്താണ് എക്കണോമിക് റിസഷൻ, ആ സമയത്ത് മണി സപ്ലൈ എങ്ങനെയായിരിക്കണം, അതിന്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് എക്കണോമിയാണ്, നിങ്ങൾ ഈ ഭാഗം പഠിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി റിസഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും നമ്മൾ എവിടെയല്ല ഒരു ഫാക്ച്വൽ ഇൻഫർമേഷനും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കത് കൺസെപ്റ്റിലാണ്ട് രീതിയിൽ തന്നെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പൊ കോമൺ കാർബൺ മെട്രിക്, ഈ ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലാണ് ഈ സാധനം ക്രാക്ക് ചെയ്യാൻ കുറച്ച് പറ്റുള്ളൂ. കാരണം വെച്ചാൽ എല്ലാം കാർബൺ മെട്രിക്കിനെ കുറിച്ചാണ് എല്ലാ ഓപ്ഷനും സംസാരിക്കുന്നത്, എല്ലാം ക്ലോസ് റിസംബ്ലഡ് ആണ്. സോ എന്താണ്, അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാക്ച്വൽ ഇൻഫർമേഷൻ വേണം. അതുപോലെ തന്നെ ഷാനവാസ് ഖാൻ, പ്രേംകുമാർ സെങ്കാൾ, ഗുർബാഷ് സിംഗ് ഡില്ലൺ, ഇവരെന്തായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചാൽ എന്താണ്, അത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം, ആ ഫാക്ച്വൽ ഇൻഫർമേഷൻ വേണം. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കൺസെപ്റ്റിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ ട്രെയിനിങ്ങിലൂടെയോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ബേസിക്കലി എന്താണ് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ആൾക്കാർക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ആയിരിക്കും. അത് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കില്ല. അതാണ് അതിന്റെ പ്രശ്നം. സോ നമുക്ക് ഇവിടെ ഒരു ഇത് നോക്കാം. ഇത് ഫാക്ച്വൽ ആണ്, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആണോ കൺസെപ്റ്റൽ ആണോ എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ബോൺസ് ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്, NRI നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ഡെപ്പോസിറ്റ്സ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഫാക്ച്വൽ ആണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇതിൽ ഉണ്ടാവാം. ഈ ക്വസ്റ്റ്യൻ ഫാക്ച്വൽ ആണ്, ലൈക്ക് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കമ്പോണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫാക്ച്വൽ ആണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ജനറൽ തോട്ട് ഓഫ് സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നോട്ട്ബുക്കിന്റെ ആ പേജിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് താഴെ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഒരു പിക്ചോഗ്രാഫിക് മെമ്മറി നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് അറേഞ്ച് ചെയ്യും. ലൈക്ക് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഉണ്ടോ, ഫോറിൻ കറൻസി കൺവെർട്ടിബിൾ ഞാൻ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ, അത് ഉണ്ടായിരുന്നോ ഇല്ലയോ. ബട്ട് ഇത് ശരിക്കും എന്താണ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം, ഡയറക്റ്റ് ഓണർഷിപ്പ് കൺട്രോൾ വേണം എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ എന്താണ്, യു ക്യാൻ ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ യൂസിങ് ദാറ്റ് കൺസെപ്റ്റ്. ഒബ്വിയസ്ലി ബാങ്കിങ് ക്യാപിറ്റൽ വരില്ല. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റിലൂടെ വരുന്നതാണ്, ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല. ആ ഒരു കൺസെപ്റ്റിലൂടെ പ്രൂവ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ തന്നെ പല ആളുകളും ഈ ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ടാവാം, ഫാക്ച്വൽ ആയിട്ടാണ് കണക്കാക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ പലപ്പോഴും നിങ്ങൾ ഈ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഫാക്ച്വൽ ആയി എന്നുള്ളത്. ബട്ട് അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇഷ്യൂ ആണ്. നമ്മൾ ആ ക്വസ്റ്റിനെ ഫാക്ച്വലായി സമീപിക്കുന്നതുകൊണ്ടാണ് അത് ഫാക്ച്വലായി തോന്നുന്നത്. ആക്ച്വലി ഫാക്ച്വൽ അല്ല. സോ നിങ്ങൾക്ക് അത് പ്രോപ്പർലി ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് ക്വസ്റ്റ്യൻസ് നിങ്ങളത് മ്യൂട്ട് ആവണം. അത് ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആണോ കൺസെപ്റ്റൽ ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ വേണം. ഓക്കെ, സോ അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതെല്ലാവരും ഇത് ഫാക്ച്വൽ ആണെന്ന് പറയും. ലൈക്ക് ക്രോണോളജിക്കലി ഹർഷവർദ്ധനയ്ക്ക് മുന്നേ വന്ന ആൾക്കാർ ആരാണെന്നുള്ളതാണ്. സോ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവുക ഈ കിങ്ഡത്തിലുള്ള ആൾക്കാർ നമ്മൾ വായിച്ചിട്ടുണ്ടോ, നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുണ്ടോ, ഗുപ്താസ് വായിച്ചിട്ടുണ്ടോ, പരമാറാസ് വായിച്ചിട്ടുണ്ടോ, പുഷ്യഭൂതി വായിച്ചിട്ടുണ്ടോ, മൗക്കരീസ് വായിച്ചിട്ടുണ്ടോ, യാദവ് വായിച്ചിട്ടുണ്ടോ, മൈത്രക്കാസ് വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഏത് സമയത്താണ് റൂൾ ചെയ്തായിരുന്നു എന്നുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. ഒരു നോർമൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആവറേജ് നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾ തന്നെ ഇതിൽ മൈത്രക്കാസ് എന്നുള്ള പേരും മൗക്കരീസ് എന്നുള്ള പേരും കേട്ട് പോലും ഉണ്ടാവില്ല. കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത ആൾക്കാണെങ്കിൽ പരമാറാസ് എന്നുള്ള പേര് യാദവാസ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെങ്കിലും അവർ ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു നമുക്ക് അറിയണ്ടാവില്ല. നമുക്ക് ബേസിക്കലി പഠിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്താണ്,
ക്രോണോളജി ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചു വെക്കാവുന്നതാണ്. പക്ഷെ ആ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ പുഷ്യഭൂതീസ് വളരെ റിലവന്റ് ആയിട്ട് ഡൈനാസ്റ്റിയാണ്. അത് ഉത്തരത്തിൽ വരുന്നുള്ള ധാരണയും നമുക്ക് ഉണ്ടാവും. ഗുപ്താസിന്റെ ഡിസ്ട്രക്ഷന് ശേഷം മഗധയിലുള്ള ഗുപ്താസ് കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ആ ധാരണ ഉണ്ടാവും. ഈ ധാരണ കിട്ടുന്നത് ആ ക്രോണോളജി നമ്മൾ കൺസെപ്റ്റിൽ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രോണോളജി മനസ്സിലാക്കുമ്പോഴാണ്. ബട്ട് ഇത് എങ്ങനെയാണ് ഫാക്ച്വലായി മാറുന്നത്? നമ്മൾ ഇതിന്റെ എക്സാക്ട് ടൈമും ഫ്രെയിമും എടുത്ത് ട്രൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതും എന്താണ്, ആ ക്രോണോളജിക്കൽ കൺസെപ്റ്റിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ജസ്റ്റ് 2 എക്സാമ്പിൾസ്. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ വർഷം പ്രിലിംസ് എക്സാം ചെയ്ത ആൾക്കാർ നിങ്ങൾ ഫാക്ച്വൽ ആണെന്ന് കൺസിഡർ ചെയ്ത ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഒന്നും കൂടി നോക്കിയോ, അത് ശരിക്കും ഫാക്ച്വൽ ആണോ എന്നുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കൂടിപ്പോയ 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്യൂർ ഫാക്ച്വൽ ഉണ്ടായിരിക്കാം. ബാക്കി ഒരു 75-80 ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റിലായിരിക്കും. ഓക്കെ, സോ അവിടെയാണ് നിങ്ങൾ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്ന പ്രശ്നം വരുന്നത്. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫാക്ച്വൽ എടുക്കുമ്പോൾ എന്താ, നമ്മൾ ഒബ്വിയസ്ലി റീകളക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഫാക്ച്വൽ ഉത്തരങ്ങളെ നേരിടാൻ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം അതിന്റെ എക്സാക്ട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ തരത്തിലുള്ള കാര്യങ്ങൾ വിട്ടുപോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, UPSC 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ഐദർ കൺസെപ്റ്റൽ ഓർ ലോജിക്കൽ, അതർവൈസ് ഇറ്റ് വിൽ ബി ഫാക്ച്വൽ. ഓക്കെ, സോ മാക്സിമം ക്വസ്റ്റ്യൻസിനെ അതിന്റെ കൺസെപ്റ്റൽ ആൻഡ് ലോജിക്കൽ സെൻസിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എനി ഡൗട്ട്സ്? ഇത്രയും ഞാൻ പറഞ്ഞില്ലേ? No, sir. Yeah, fine. So ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് ഇനി നമുക്ക് അപ്രോച്ചസ് ടു ദി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടു. ദെൻ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ഉണ്ട്. ഹോളിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനുള്ള അപ്രോച്ച്, നമുക്കൊരു ക്വസ്റ്റ്യനെ ഫാക്ച്വലായിട്ട് അപ്രോച്ച് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനെ കൺസെപ്റ്റലായിട്ട് അപ്രോച്ച് ചെയ്യാം, ആൻഡ് വി ക്യാൻ അപ്രോച്ച് ലോജിക്കലി ടു. സോ നിങ്ങളൊരു ക്വസ്റ്റ്യനെ ഫാക്ച്വലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഫാക്ച്വലായിട്ട് ഐഡന്റിഫൈ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫാക്ച്വലായിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാറ് എന്താ? ഒന്നുമില്ല, നമ്മൾ പഠിച്ച കാര്യത്തെ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ പഠിച്ച എക്സാക്ട് ഇൻഫർമേഷൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ കാലങ്ങളായി പഠിച്ചു വന്നിട്ട് ലേണിംഗ് മെക്കാനിസം അങ്ങനെ തന്നെയാണ്. ഫോളോയിങ് റോട്ട് ലേണിംഗ്, നമ്മൾ ഡിഗ്രിയിലാണെങ്കിൽ എല്ലാം പഠിച്ചുള്ള അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അത് നടക്കില്ല. കാരണം എന്താ, വലിയൊരു വാസ്റ്റ് സിലബസ് ആണ്. ഒരിക്കലും ആ സിലബസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സിലബസ് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ റീകളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കൺഫ്യൂഷൻ. നിങ്ങൾ തന്നെ പലപ്പോഴും പേപ്പർ ചെയ്യുമ്പോൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഓപ്ഷൻസ് തമ്മിൽ മാറിപ്പോകും. ഇതാണോ അതാണോ ഞാൻ വായിച്ചത്, ഈ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഈ കൺഫ്യൂഷൻസ് നമ്മളെ നെർവസ് ആക്കുകയും നമ്മുടെ ആൻസറിലേക്ക്, റോങ് ആൻസറിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. സോ ഫാക്ച്വൽ ആയിട്ടല്ല നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. rather than that you have to approach the question either conceptually or logically. ആ രണ്ടും ഫൈൻ ആണ്. നിങ്ങൾക്ക് ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാം, കൺസെപ്റ്റലായിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല എന്താണ് ഈ കൺസെപ്റ്റ്, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ, ഇതെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. I'll give you 1 minute. Answer B. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ടൈപ്പ് ചെയ്യാൻ ചാറ്റ് ബോക്സിൽ മനസ്സിലാവും. വായിച്ചു കഴിഞ്ഞാൽ ഫൈൻ, വായിച്ചാൽ മതി, ഉത്തരം പറയണ്ട. ഓക്കെ ഫൈൻ, ഉത്തരം വേണ്ട, വായിച്ചാൽ മാത്രം മതി. കാരണം നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയണ്ടാവും. ക്വസ്റ്റ്യൻ ഓക്കെ, സോ ഫൈൻ. സോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഫാക്ച്വലായിട്ട് നമുക്ക് ചിന്തിക്കാം. ആർട്ടിക്കിൾ 142 എന്താണെന്ന് എക്സാക്ട്ലി അറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ഉത്തരം ബോക്സ് ആണെന്ന് കിട്ടും. ബോക്സ് ആണ് ഉത്തരം. സുപ്രീം കോടതിക്ക് കൺസ്ട്രെയിൻസ് ഇല്ല, കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന കൺസെപ്റ്റ് ആണ്. ആർട്ടിക്കിൾ 142 എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാം എന്ന് നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾ ഒരുവിധ ആൾക്കാരും 142 എന്താണെന്ന് ഓർക്കാൻ എനിക്ക് ശ്രമിക്കുന്നുണ്ടാവുക. ഞാൻ പഠിച്ചതിൽ എവിടെയെങ്കിലും ആർട്ടിക്കിൾ 142 ഉണ്ടോ? അപ്പൊ നമുക്ക് തോന്നാം നമ്മൾ പഠിച്ചത് എന്താണ്, സുപ്രീം കോടതി ഉണ്ട്, ചിലപ്പോൾ ഹൈക്കോടതിയാണോ, അതോ ഇനി ഇലക്ഷൻ കമ്മീഷൻ ആണോ? അവിടെയാണ് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മളൊരു പ്യൂർലി റിക്കളക്ഷൻ ആണ് ശ്രമിക്കുന്നത്. സോ നമ്മൾ എന്ത് കിട്ടും, വിൽ ഗെറ്റ് അപ്പ് ഇൻ റോങ് ആൻസർ. അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായി മാറിയിരിക്കാം, ചില റോങ് ആയി മാറാം. പക്ഷെ എക്സാക്ട് അത്രയും ഒരു നമ്മളിപ്പോൾ തലേദിവസം എക്സാമിന് തലേദിവസം റിവൈസ് ചെയ്ത കാര്യം നമുക്ക് കിട്ടും. പക്ഷെ എല്ലാ കാര്യവും നമുക്ക് തലേദിവസം റിവൈസ് ചെയ്ത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. സോ ആ ഫാക്ച്വലി നമ്മൾ ചിന്തിക്കുന്നത് ആർട്ടിക്കിൾ 142 എന്താണ്, അതങ്ങ് എടുത്ത് എഴുതാം. അതാണ് സംഭവിക്കുന്നത്. അതർവൈസ് ഈ ക്വസ്റ്റ്യന്റെ ഒരു കൺസെപ്ച്വൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ആർട്ടിക്കിൾ 142. സോ നമ്മൾ ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ആൾക്കാരിൽ ഏതൊക്കെ ഭാഗത്താണ് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിയൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു, ദെൻ DPSP, ദെൻ എക്സിക്യൂട്ടീവ്, ദെൻ ജുഡീഷ്യറി, ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ.
ഈ ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് എന്താണ് ആ ഒരു കൺസെപ്റ്റൽ പാർട്ട് ഡിവിഷൻ കറക്റ്റ് മനസ്സിലാവും. അതിനെ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പ്രാവശ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് 326 ഭാഗത്താണെന്നുള്ളതും ഫിനാൻഷ്യൽ പ്രസിഡൻഷ്യൽ എമർജൻസി വരുന്നത് 356 ഭാഗത്താണെന്നുള്ളതും സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ വിധം വരുന്നത് ഒരു 170-200 ഭാഗത്താണെന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ജുഡീഷ്യറി ആണ് ഈ ഒരു 142 ആ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്നത് മനസ്സിലാക്കിയാലും വി ക്യാൻ ക്രാക്ക് ദിസ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു കൺസെപ്റ്റൽ ക്രാക്കിംഗ് ആണ്. ആ ഒരു നമുക്കറിയാം ഇങ്ങനെയാണ് ഇതിന് ഡിവിഷൻ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാം. സോ ദിസ് എ ഡിഫറെന്റ് മെത്തേഡ്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് സെക്കൻഡ് മെത്തേഡ്. കാരണം അത്രയും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഈ ആർട്ടിക്കിൾ 142 പറയുന്ന ഒരാള് എല്ലാ ആർട്ടിക്കിളും പഠിക്കാൻ പറ്റും നമുക്ക്. അതിന് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് നടക്കില്ല. സോ പല സ്ഥലത്ത് വരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 142 പത്രത്തിലുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ മിസ്സായി പോയിട്ടുണ്ടായിരിക്കാം. സോ എല്ലാം പഠിക്കുക എന്നുള്ളത് കാണാണ്ട് പഠിക്കാണ്ട് നടക്കില്ല. പക്ഷെ ഈ ഒരു മെക്കാനിസത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫാക്ച്വൽ മെക്കാനിസംസ് പറഞ്ഞു, നമ്മൾ അതുപോലെ തന്നെ കൺസെപ്ച്വൽ മെക്കാനിസം പറഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് ലോജിക്കൽ മെക്കാനിസം. ഇതേ ക്വസ്റ്റിനെ നമുക്ക് സീറോ നോളജ് നിന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് മാത്രം വെച്ച് കഴിഞ്ഞാൽ. ഈ ക്വസ്റ്റിൽ സംസാരിക്കുന്നത് ഓർഡിനറി ലോസിൽ പറയുന്ന ചില പ്രൊവിഷൻസ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓർ വാട്ട് എവർ പ്രൊഹിബിഷൻസ് എടുക്കാം. ഓർഡിനറി ലോസിൽ പറയുന്ന പ്രൊവിഷൻസ് ഏതോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് പറയുന്നുള്ളൂ. അതായത് ഒരു ഓർഡിനറി ലോയിൽ പറയുന്ന ഒരു പ്രൊവിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ പവറിനെ കർട്ടെയിൽ ചെയ്യാൻ പറ്റില്ല. സോ ദ ക്വസ്റ്റ്യൻ ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് ടസിൽ ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് പവർ ആൻഡ് സം അതർ പവർ. അല്ലെ, ലെജിസ്ലേറ്റീവ് പവറും സം അതർ പവറും തമ്മിൽ ടസിലാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, കാരണം അതിൽ തന്നിട്ടുണ്ട്. അല്ലെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് ജുഡീഷ്യറി ആണ് കോർട്ട് ഓഫ് ലോ. ലെജിസ്ലേച്ചർ വേഴ്സസ് ഒന്നുമല്ല. ക്വസ്റ്റ്യനിൽ സംസാരിക്കുന്ന ലെജിസ്ലേച്ചർ വേഴ്സസ് സംതിങ് ആണ്. അല്ലെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് ജുഡീഷ്യറി. അതല്ലാന്ന് മനസ്സിലാക്കാലോ, അപ്പോ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, സുപ്രീം കോർട്ട് വേഴ്സസ് പാർലമെന്റ്. ഫൈൻ, ശരിയാണ്, കാരണം സുപ്രീം കോടതിയും വേഴ്സസ് പാർലമെന്റ് ആണ് സംസാരിക്കുന്നത്, അവിടെ വയ്ക്കാം. തേർഡിൽ പറയുന്നത് എന്താണ്, എക്സിക്യൂട്ടീവ് വേഴ്സസ് എക്സിക്യൂട്ടീവ്, സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. പ്രസിഡന്റും ക്യാബിനറ്റും ലെജിസ്ലേറ്ററുടെ ഒരു ബന്ധവും ലെജിസ്ലേറ്റർ റോളും പറയുന്നില്ല, അത് എലിമിനേറ്റ് ചെയ്യാലോ. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വേഴ്സസ് യൂണിയൻ ലെജിസ്ലേച്ചർ. ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഒരു പാർലമെന്റ് ലോ ഉണ്ടാക്കിയിട്ട് അതിന് ഇനി പറയുന്ന കാര്യത്തെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിലും മുകളിലാണ് അടുത്ത ബോഡി എന്ന് പറയുകയാണ്. അത് ഏത് ബോഡി ആയിരിക്കും? ജുഡീഷ്യറി ആയിരിക്കും, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിരിക്കും? ജുഡീഷ്യറി. സോ അത് മാത്രമല്ല, ജുഡീഷ്യറിയും പാർലമെന്റും നമ്മൾ ടസിലാണ് കൂടുതൽ പ്രോമിനന്റ് റാദർ ദാൻ ഇവർ രണ്ടാളും തമ്മിലുള്ളതിൽ. കാരണം മറ്റേതൊരു വ്യക്തമായ അപ്പർ ഹാൻഡ് ഉണ്ട്. സോ ദിസ് ഇസ് എ പ്യുവർ ലോജിക്കൽ വേ ഓഫ് ക്രാക്കിംഗ് ദി ക്വസ്റ്റ്യൻ. സോ ഈ 3 വേയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം. സോ ഇവിടെ ഏറ്റവും അഡ്വാൻറ്റേജ് കിട്ടുന്ന ആൾക്കാർക്ക് അറിയാം, കൺസെപ്ഷണൽ ലോജിക്കലി ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ. കാരണം ഇത് ഫാക്ച്വലി ക്രാക്ക് ചെയ്യുന്ന ഒരാള് റീകളക്ട് ചെയ്യാൻ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അവർക്ക് 142 അറിയോ ഇല്ലയോ ഉള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ. 142 അറിയില്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ വിടും. പിന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, റീകളക്ട് ചെയ്തവർക്ക് കിട്ടുന്ന സ്ഥാനത്തിൽ ഒരു റോങ് ആൻസർ, മോസ്റ്റ് പ്രോബബ്ലി റോങ് ആൻസർ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ശരിയായിട്ട് വന്ന് ചേരുന്നുണ്ടായിരിക്കാം. സോ ഒരു ക്വസ്റ്റിനെ തന്നെ നിങ്ങൾക്ക് 3 ഡിഫറെന്റ് വേസിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും കൂടുതലായിരിക്കേണ്ടത്, അത് നിങ്ങൾ ലീഡ് IAS പ്രിൻസിപ്പൽ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നിങ്ങൾ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിലായിരിക്കും ലോജിക്കൽ ആൻഡ് കൺസെപ്റ്റൽ വേ ഓഫ് ക്രാക്കിംഗിലായിരിക്കും. സോ അങ്ങനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവർ കൂടുതൽ ക്ലിയർ ചെയ്യുന്നു. സോ നിങ്ങളും അതിന് വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള അപ്രോച്ച് അല്ല നമ്മൾ എടുക്കുന്നത്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈന തന്നെയാണ്. അതിലിപ്പോൾ നിങ്ങൾ കൺസെപ്റ്റൽ ലോജിക്കലിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം ഇറ്റ്സ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഓക്കെ, അതെല്ലാം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിടാം, അത് വിടുന്നതിനും കുഴപ്പമില്ല. ബട്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് 80% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഐദർ കൺസെപ്റ്റിലോ ഓർ ലോജിക്കലോ ആണ്. സോ അവിടെ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് എന്തായിരിക്കണം, കൺസെപ്റ്റിലോ ഓർ ലോജിക്കലോ തന്നെ ആയിരിക്കണം. എനി ഡൗട്ട്സ്? അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കി, അപ്രോച്ചസ് ടു അവർ ക്വസ്റ്റ്യൻ നോക്കി. ദെൻ ഇനി നമ്മൾ മെക്കാനിസം പറയുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നു നോക്കാം. how we got the answer wrong. നമ്മൾ എങ്ങനെയാണ് ആൻസർ റോങ് ആയിട്ട് എൻഡ് അപ്പ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ,
4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഉത്തരം തെറ്റിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് നോളജ് ഉണ്ടായിരിക്കില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനെ നമ്മൾ തെറ്റിക്കും. 2, നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല, നമുക്ക് കാര്യം അറിയായിരിക്കും പക്ഷെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. 3, നമുക്ക് എന്തായിരിക്കും, കാര്യം അറിയായിരിക്കും, അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും പക്ഷെ അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ എന്താ, നമ്മളെ ലോജിക്കൽ തിങ്കിങ് ലാക്ക് ചെയ്യും. 4ാമത്തെ നെഗ്ലിജൻസ്, സിക്ക് വരും ബി കുത്തുക, ബിക്ക് വരെ സി കുത്തുക, നോട്ട് കറക്റ്റിൽ നോട്ട് കാണാതിരിക്കുക, അങ്ങനത്തെ സാധനം. ഓക്കെ, സോ ഈ കാര്യങ്ങളെ നമ്മൾ പരിഹരിക്കേണ്ട ആവശ്യമുള്ളൂ പ്രിലിംസിൽ. സോ ഇത് ഓരോന്നും പരിഹരിക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് നിങ്ങളുടെ മെന്റർ നിങ്ങളോട് പറയും, ഇതിൽ ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഈ 4 തരത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രാക്ടീസ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ജനറലി സ്പീക്കിംഗ്, ഈ 4 പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഓക്കെ, സോ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ യു നീഡ് ദീസ് 3 ക്വാളിറ്റീസ്. ഈ 3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പറഞ്ഞ 4 പ്രശ്നങ്ങളെ മറികടക്കാം, ജനറലി സ്പീക്കിംഗ്. സ്പെസിഫിക് ആയിട്ട് ഓരോന്നും ഓരോ ഇതുണ്ട്, ബട്ട് ജനറലി സ്പീക്കിംഗ്. ഒന്ന്, നിങ്ങൾക്ക് ബേസിക് നോളജ് വേണം. ബേസിക് നോളജ് നിങ്ങൾക്ക് NCERT വായിക്കുന്ന വഴി, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്ന വഴി നിങ്ങൾക്ക് കിട്ടും. ക്ലാരിറ്റി വേണം, നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി, നിങ്ങളുടെ മെന്ററോട് സംസാരിക്കുന്ന വഴി, അല്ലെങ്കിൽ നിങ്ങൾ പിയർ ടു പിയർ ഡിസ്കസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലാരിറ്റി കിട്ടും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇട്ട് ചെയ്യണം. ഇവിടെ ക്ലാസ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും, ബട്ട് അത് നിങ്ങളുടെ ഭാഗത്തും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സംവെയർ അറൌണ്ട് 80 to 90 മാർക്സ് പ്രിലിംസിൽ. ഒരു 80 മുതൽ 90 അല്ലെങ്കിൽ 100, 110 മാർക്ക് വരെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ 2 ക്രൈറ്റീരിയ തന്നെയാണ്. നമുക്ക് എത്രത്തോളം ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, അതിന്റെ മുകളിലൊന്നുമല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പാരാമീറ്റേഴ്സ്. അതിനോടൊപ്പം 3ാമത്തെ കാര്യം ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. അതും കൂടി വരുമ്പോഴാണ് നമ്മുടെ മാർക്ക് 20 to 30 റേഞ്ചിലേക്ക് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് നോളജും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിന് പുറമെ നമ്മൾ ഇനി പറയുന്ന ആ മെക്കാനിക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ അപ്ലൈ കൂടി ചെയ്യുമ്പോഴാണ് നമ്മളൊരു 120, 110, 120, 130 എന്ന് പറയുന്ന സേഫ് സോണിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരിക്കലും ലോജിക്കൽ തിങ്കിങ്ങിന് മാത്രമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ബേസിക് നോളജും കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ചുമതല നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന തോറ്റു പോകുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും പ്രിലിംസിൽ. 4-5 വർഷമായിട്ട് പ്രിലിംസ് പഠിച്ച് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ, അവർക്ക് ആർക്കും ബുദ്ധിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരാരും പഠിക്കാത്തതുകൊണ്ടോ അല്ല, അവരതിൽ ബേസിക് നോളജും ക്ലാരിറ്റി ഉണ്ട്, ബട്ട് അവർ സ്കോറിന് ജസ്റ്റ് ഇതായിട്ട് പോകുന്നതാണ്. സോ അതിന് അങ്ങനെയുള്ള ആൾക്കാരെ പാസ്സാക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ദാറ്റ് ഈസ് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ആ ഒരു പ്രോപ്പർ മെത്തഡ് ഓഫ് അപ്ലിക്കേഷൻ എൻഷുർ ചെയ്യുക. സോ ബേസിക് നോളജും ക്ലാരിറ്റിയും ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, റിവിഷൻ ക്ലാസ്സസ്, അതൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. അതിലൂടെയും പിന്നെ നിങ്ങളുടെ സ്വയം എഫേർട്ടിലൂടെയും നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മെത്തേഡ് പഠിക്കുന്ന വഴിയും അതിന് റൗണ്ട് ടേബിൾ ഡിസ്കഷൻസിലൂടെയും മെന്റേഴ്സിലുള്ള ഇന്ററാക്ഷൻ വഴിയും ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്ങും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ 3 കാര്യങ്ങളാണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഇനി ഇതിൽ ബേസിക് നോളജും ക്ലാരിറ്റിയും ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ്, ഡിസ്കഷൻ, റിവിഷൻ ക്ലാസ്സസ്, UPSC ക്ലാസ്സസ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് അതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഇപ്പൊ നിങ്ങൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോവാണ് January 2nd. അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ആ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. സോ അതിന് കുറച്ച് പ്രിലിംസ് കില്ലർ മെക്കാനിസംസ് ഉണ്ട്. ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്, 10ഓളം സ്ട്രാറ്റജി പറയുന്നുണ്ട്. സോ ഈ 10ഓളം സ്ട്രാറ്റജീസിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ബൂസ്റ്റ് അവർ മാർക്സ് ബൈ 20 to 30. അത്രയും മാർക്ക് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം UPSC ചോദിക്കുന്ന ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ഈവൻ ചില ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഈ മെക്കാനിക്സിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി റൗണ്ട് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. പോസിറ്റീവ് അപ്രോച്ച്, സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി, മ്യൂച്വൽ കോൺട്രഡിക്ഷൻസ്, വേർഡ് ഡീകൺസ്ട്രക്ഷൻ, പെർസെന്റേജ് വെയിറ്റ് അസൈനർ, ലോജിക്കൽ തിങ്കിങ്, സെൽഫ് അസസ്മെന്റ് ആൻഡ് അനാലിസിസ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫ്രെയിമിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, ഓരോന്നിനും എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, റൗണ്ട് വൈസ് സോൾവിങ്. എപ്പോഴും നിങ്ങൾ പേപ്പർ കൈ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ക്രാക്ക് ചെയ്യേണ്ടത് റൗണ്ട് ആയിട്ടാണ്. 3 റൗണ്ടാണ് പ്രിഫറബിളി നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോയിരിക്കണം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ 100% നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസെ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 100% നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ തോട്ട് സ്റ്റക്ക് ആവുകയാണെങ്കിൽ യു ക്യാൻ ലീവ് ദ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലീവ് ചെയ്യാം.
ഫിലിം സിമുലേറ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് 3 റൗണ്ടായിട്ട് ചെയ്യാൻ. ഈ മെക്കാനിസംസ് നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട്. സോ അറ്റ് എ പോയിന്റിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം ലീവ് ചെയ്യാം, ഒരു സംശയമില്ല. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾ ആദ്യത്തെ റൗണ്ട് ചെയ്യേണ്ടത്. സോ എന്തിനാണ് ആദ്യത്തെ റൗണ്ടിൽ ടൈറ്റ് ആക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ടിനെ മനസ്സിലാക്കാനും നമുക്കൊരു സെൽഫ് അവയർനെസ് കിട്ടുള്ളൂ. സോ അതിനെക്കുറിച്ച് സംസാരിക്കാം, ലാസ്റ്റ് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് റൗണ്ട് 100% ഷുവർ അങ്ങനെ തന്നെ ചെയ്യണം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത് 50-50 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് ഷുവർലി പിക്ക് ചെയ്യാൻ പറ്റുന്നത്, അടുത്ത നമ്മൾ 2 ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസിൽ മാത്രം കൺഫ്യൂഷൻ വന്നു നിൽക്കും. അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യേണ്ടത്. തേർഡ് റൗണ്ടിൽ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഈ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇതിലൊരു സംശയമില്ല. സോ ഇതാണ് റൗണ്ട് വൈസ് സോൾവിങ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ ശ്രദ്ധാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ വേണം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകാൻ. ആ റൗണ്ട് വൈസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റിനും ഇൻഡിവിജ്വലി ഡീൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സോ പോസിറ്റീവ് അപ്രോച്ച്. സോ നിങ്ങൾ അതിന് മുന്നേ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് സെയിം ആൻഡ് സിമിലർ. പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ട്രൂ ആയിട്ടാണ്. നമ്മുടെ അസംഷൻ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും എന്നാണ്. എന്നിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഫാക്ച്വലി കൗണ്ടർ ചെയ്യാം, ലോജിക്കലിയും കൗണ്ടർ ചെയ്യാം. എന്നിട്ട് നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം അത് തെറ്റാണ്, അല്ലെങ്കിൽ എന്താണ് ശരിയാണ്. ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഉണ്ടാവും, അതിൽ നമുക്കൊരു വിചാരം ഉണ്ടാവുക ഇതുവരെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷനാണ്, സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. നിങ്ങൾ പണ്ട് ചെയ്ത ആൾക്കാർക്ക് അറിയുണ്ടാവും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരുന്നത്. നമ്മുടെ അസംഷൻ എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ എന്നായിരിക്കും. എന്നിട്ട് നമ്മൾ എന്തിരിക്കും? നമ്മുടെ ബേർഡൻ ഓഫ് പ്രൂഫ് സ്വയം ഏറ്റെടുക്കും. ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത നമ്മളങ്ങ് എടുക്കും. എന്നിട്ട് നമുക്ക് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ എന്തുള്ളൂ ശരിയാക്കി എടുക്കൂ. ഇതാണ് നോർമലി ഇവിടെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ചെയ്യുന്നത്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ കൗണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ബേർഡൻ ഓഫ് പ്രൂഫ് നമ്മുടെ തലയിൽ വരുന്നില്ല. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ശരിയായിട്ടാണ്. നിങ്ങൾക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ? ലോജിക്കലോ ഫാക്ച്വലോ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. സോ അത് ശരിയാണ്, കാരണം അത് ശരിയാണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ RBIയുടെ ഗവർണറിനെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതിൽ നമുക്ക് അറിയണ്ടാവില്ല. നമുക്ക് പ്രസിഡന്റ് ആണോ ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, പ്രസിഡന്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ. നമ്മൾ വായിക്കുമ്പോൾ എന്താ സെൻട്രൽ ഗവൺമെന്റ് ആണ് തന്നു. അപ്പൊ പ്രസിഡന്റ് ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് അത് തെറ്റാവുന്നത്. സോളിഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് സോളിഡ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ? അത് ശരിയാണ്, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ വിചാരിക്കുന്നത് ഇത് തെറ്റായിരിക്കും അവർ തന്നത്, അപ്പൊ ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ എന്താ വേണം? നമുക്ക് അറിയണം ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ല ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്ക് അറിയണം, എന്നാലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ബേർഡൻ ഓഫ് പ്രൂഫ് നമ്മൾ തലയിൽ എടുത്ത് എന്ത് വരും? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. സോ ഇവിടെ നമുക്ക് അറിയില്ല, അതായത് റിസർവ് ബാങ്കിനെ അപ്പോയിന്റ് ചെയ്യുന്നത് RBI ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ നമുക്ക് അറിയില്ല. അറിയാത്ത കാര്യത്തെ ഇപ്പം കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല സോളിഡ് ആയിട്ട്, നമുക്ക് ലോജിക്കലിയും കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ശരിയാക്കി എടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലേ പറഞ്ഞേ, certain provisions in the constitution എന്നാണ് RBIക്ക് ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. സോ എവിടുന്നാണ് നമുക്ക് കൊടുക്കുന്നത് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ലക്ഷ്മികാന്തിന് വൃത്തിക്ക് പഠിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ള കാര്യം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ എവിടെ എന്ത് വരുന്നില്ല? RBI വരുന്നില്ല. RBIക്ക് ആർട്ടിക്കിൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സോ ആ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കൗണ്ടർ ചെയ്യാം, സോളിഡ് ആയിട്ട് കൗണ്ടർ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് തെറ്റാണെന്ന് എടുക്കാം, അപ്പൊ അത് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഗവർണർ ഓഫ് RBI ആക്ട് പവർ ഡ്രോ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈവൻ അറിയില്ല ഏത് ആക്ട് എന്നാണെങ്കിൽ കൂടി ഇറ്റ്സ് ഫൈൻ, കാരണം അതിന്റെ ബേർഡൻ ഓഫ് പ്രൂഫ് നമ്മുടെ തലയിൽ വരുന്നില്ല. സോ അസ്യൂം ചെയ്യുന്നത് ശരിയാണെന്നായിട്ടാണ്. ദെൻ വി വിൽ ട്രൈ ടു കൗണ്ടർ. ലോജിക്കലി നോക്കും, ഫാക്ച്വലി നോക്കും. കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്? അത് ശരി തന്നെയാണ്, അത്രേ ഉള്ളൂ. സെയിം ആണ് അടുത്ത ക്വസ്റ്റ്യനും. ഇപ്പൊ ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഫോറസ്റ്റ് ആക്ട് 2006. നമുക്ക് അറിയില്ല നമുക്ക് ഏത് ആക്ടിലെ താഴെയാണ് കൊണ്ടുവന്നത്, ഇത് എപ്പോഴാണ് കൊണ്ടുവന്നത്, ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഇതെല്ലാം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അറിയില്ല, അറിയാത്ത കാര്യം നമുക്ക് കൗണ്ടർ ചെയ്യാനും പറ്റുന്നില്ല. സോ നമ്മൾ എന്താണ്? ബേർഡൻ ഓഫ് പ്രൂഫ് എടുക്കുന്നില്ല. സോ അസ്യൂം ഇറ്റ്സ് ട്രൂ ആണ്. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ബൈഗാസ് ഹാവ് ബീൻ ഗിവൺ ഹാബിറ്ററ്റ് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. കാരണം ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഫസ്റ്റ് ടൈം ആണോ സെക്കൻഡ് ടൈം ആണോ? പക്ഷെ എന്നാലും നമുക്ക് എക്സാക്ട് ഇൻഫർമേഷൻ അറിയില്ല, ലോജിക്കലി കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം അല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇത് ഫസ്റ്റ് അല്ലേ, 4ാമത്തെ ആണോ, നമ്മൾ തെറ്റിക്കാൻ തന്നാണോ, അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അസ്യൂം ചെയ്യുന്നത് എന്താണ്? ട്രൂ ആയിട്ട് തന്നെയാണ്, കാരണം ബേർഡ് നമ്മൾ എടുക്കുന്നില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ,
എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ റൈറ്റ്സ് ഡിക്ലെയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ലോജിക്കലി കൗണ്ടർ ചെയ്യുന്ന സ്കോപ്പ് ഉണ്ട്. കാരണം മിനിസ്ട്രി കോൾഡ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. സോ അങ്ങനെ ഒരു മിനിസ്ട്രി ട്രൈബൽസിന് വേണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ എൻവയോൺമെന്റ് ചെയ്യുന്നത്? ഇവിടെ എക്സാക്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ നമുക്ക് അറിയുന്നില്ല. ഇവിടെ എന്താണ് ആ സോളിഡ് ലോജിക്കൽ വേയിൽ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. സോ അത് തെറ്റായിട്ട് തന്നെ എന്താ ആൻസർ കിട്ടും A1 and 2. സോ ഇതാണ് സിംപ്ലി പോസിറ്റീവ് അപ്രോച്ച്. അസ്യൂം ചെയ്യുന്നത് പോസിറ്റീവ്. ഇതാണ് നിങ്ങൾ മെജോറിറ്റി ക്വസ്റ്റിനും ഈ ഒരു അപ്രോച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. അസ്യൂം ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ലോജിക്കലി ആൻഡ് ഫാക്ച്വലി കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളത് പഠിക്കുമ്പോൾ പറയാറുള്ളത്, നമ്മുടെ ഈ കാര്യത്തെ നോർമൽ നമ്മുടെ ലോജിക്കൽ പോകുന്ന സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിച്ചു വിടാം, കുഴപ്പമില്ല. ബട്ട് എക്സെപ്ഷൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, അത് അപ്കമിങ് റൗണ്ട് ടേബിൾ ഡിസ്കഷൻ സമയത്ത് മാസ്റ്റേഴ്സ് ബ്രീവിന്റെ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ പറയാം ഏതൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ കൂടുതൽ ഓർത്ത് വെക്കേണ്ടത്. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സാധനങ്ങൾ ശ്രദ്ധിക്കണം. ലൈക്ക് ഈ കാര്യം എനിക്ക് എന്ത് കിട്ടില്ല, എന്റെ നോർമൽ ലോജിക്കൽ പോകുന്ന ഒരു കാര്യമല്ല, എനിക്കത് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ അപ്രോച്ച്, അപ്പൊ പഠിക്കുന്ന രീതിയും ഈ അപ്രോച്ചിനോട് അലൈൻ ചെയ്ത് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഈ പോസിറ്റീവ് അപ്രോച്ചിൽ പറയാനുള്ളത്. എനി ഡൗട്ട്സ്? No, sir. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി ആണ്. സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യന്റെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാവും, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും താഴെ പറയുന്നുണ്ടാവുക. സോ ആ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി താഴെ ഉണ്ടോ നോക്കുക. അതിനാണ് നമ്മളോട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഇതിൽ പറഞ്ഞു ചൗസത്ത് യോഗിനി ടെമ്പിൾ. ചൗസത്ത് യോഗിനി ടെമ്പിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഡൗട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ ദി ആക്ട് WPA 97. എനിക്ക് ഒന്ന് പറയാം, ഡൗട്ട് ചോദിച്ചാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് ഓക്കെ, അത് 1972 ആണെന്നുള്ളത് ഉറപ്പുണ്ടോ? അഭിരാമിക്ക് ഉറപ്പുണ്ടോ ആ കാര്യം 1972 ആണെന്നുള്ളത്? ഇല്ല സർ. സോളിഡ് ആയിട്ട് വേണം നമ്മൾ കൗണ്ടർ ചെയ്യാൻ. ഓക്കെ, പ്രത്യേകിച്ച് ഫാക്ച്വലി കൗണ്ടർ ചെയ്യണമെങ്കിൽ ഫാക്ച്വലി കൗണ്ടർ നമുക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം, അതർവൈസ് നമുക്ക് പറ്റില്ല. അപ്പൊ സർ നമുക്ക് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും കൗണ്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് തന്നെയാണെന്ന് ശരിയായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? അവിടെ നമ്മൾ ലോജിക്കലല്ലേ കൗണ്ടർ ചെയ്യുന്നത്, കാരണം ഒരു മിനിസ്ട്രി ട്രൈബൽ അഫയേഴ്സിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻവയോൺമെന്റ് മിനിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പ്രിമിറ്റീവ് ട്രൈബൽസിന്റെ കാര്യം. ഓക്കെ, ശരി. ഓക്കെ, സോ ഇവിടെ കണ്ടു ചൗസത്ത് യോഗിനി ടെമ്പിൾ. ആ യോഗിനി എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഇറ്റ്സ് റിലേറ്റഡ് ടു ശക്തി കൾട്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വൈഷ്ണവ കൾട്ട് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ക്വസ്റ്റ്യൻ. സോ ആ ഇൻകൺസിസ്റ്റൻസി കണ്ടുപിടിക്കുമ്പോൾ എന്താ, അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സോ ഒഴിവാക്കുമ്പോൾ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നു വിടും. ഇതെല്ലാം മിക്സ് ആണ്, ഇതിന്റെ എല്ലാം മിക്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസിക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം പറയുന്നത്. സോ ആ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതും നമ്മൾ എന്ത് ചെയ്യുക? ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു സാധനം ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സും അതുമായിട്ടൊരു ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന തരത്തിലുള്ള ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. FAOല് ക്വസ്റ്റ്യൻ പറയുന്നത് ഗ്ലോബലി ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചർ ഹെറിറ്റേജ് സിസ്റ്റം ടു ട്രഡീഷണൽ അഗ്രികൾച്ചർ സിസ്റ്റം. ട്രഡീഷണൽ സിസ്റ്റത്തിന് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ബട്ട് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മോഡേൺ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ട്രഡീഷണൽ സിസ്റ്റത്തിന് എന്തിനാണ് മോഡേൺ ടെക്നോളജി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. സോ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ അത്തരത്തിൽ എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 50-50 ഒന്ന് ചാടും. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുന്ന മെത്തേഡ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഡിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇൻകൺസിസ്റ്റന്റ് ആണോ നോക്കുക. ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? അത് തെറ്റായിരിക്കും. തെറ്റാണ് സാധ്യത ഉണ്ടെന്നല്ല, തെറ്റായിരിക്കും. അത് 100% ഉറപ്പാണ്. കാരണം എന്താണ്? ഇറ്റ്സ് റാഷണൽ. അത് ഒരിക്കലും അതിന് നിലനിൽപ്പ് ഉണ്ടാവില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി മെത്തേഡ്. ഡൗട്ട് ഉണ്ടോ? ഞാനൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമാണ് ഇൻകൺസിസ്റ്റന്റ് പറഞ്ഞത്. ഇനി അടുത്ത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി ആണ്. സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഗ്രൂപ്പിംഗ് എന്നൊക്കെ പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന 3-4 സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഗ്രൂപ്പിംഗോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ OPCW കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയാണ് ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ചോദ്യം. ആ ഓർഗനൈസേഷൻ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പുതിയ വെപ്പൺസ് എമർജ് ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യുന്ന പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്?
ആ ഓർഗനൈസേഷൻ അസിസ്റ്റൻസ് കൊടുക്കുന്ന പറയുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരു ഗ്രൂപ്പാണ്. കാരണം ഒരു ഓർഗനൈസേഷൻ കെമിക്കൽ ഇൻഡസ്ട്രീനെ മോണിറ്റർ ചെയ്യുകയും വെപ്പൺസ് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതേ ഓർഗനൈസേഷൻ സ്റ്റേറ്റ്സ് പാർട്ടീസിന് അസിസ്റ്റൻസ് കൊടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം രണ്ടും ഒരേ ഫംഗ്ഷനിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ 2 വരികയാണെങ്കിൽ 3 വരണം, 3 വരികയാണെങ്കിൽ 2 വരണം, അല്ലേ? അപ്പൊ 2 വരികയാണെങ്കിൽ 3 വരണം, 3 വരികയാണെങ്കിൽ 2 വരണം. അപ്പൊ നോക്കി എയും സിയും പോയി, ബിയും ഡിയും മാത്രമേ ഉള്ളൂ. കാരണം ആ കോമ്പിനേഷൻ ആവിൽ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് അനദർ മെത്തേഡ്. സോ ഇതിനെയാണ് ഗ്രൂപ്പിംഗ് എന്നെല്ലാം പറയാം. നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ നോക്കുക നിങ്ങൾ, ഒരേപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ നോക്കുക. സോ ഇതും ഒരടുത്ത മെക്കാനിസം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞ മ്യൂച്വൽ കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റന്റ് പറഞ്ഞാൽ ഒരു വിത്ത് റെസ്പെക്ട് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണോ നോക്കുന്നത്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന 2-3 സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ പരസ്പരം കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്നാണ്. ഓക്കെ, മ്യൂച്വൽ കോൺട്രഡിക്ഷൻ. ഹലോ സർ. ഹലോ പറഞ്ഞോ സർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാമോ? കെമിക്കൽ വെപ്പന്റെ അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത്? ആ WHO എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കുന്നത് 3 ഡിഫറെന്റ് ഡൊമൈൻസ് ആണ്. യൂറോപ്യൻ യൂണിയൻ എക്കണോമിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ വി ആർ അസ്യൂമിംഗ് ഇറ്റ്സ് എ ട്രൂ വൺ. സോ വി ആർ ട്രൈങ് ടു കൗണ്ടർ. നമുക്ക് ഫാക്ച്വലി കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ലോജിക്കലി നോക്കുന്ന സമയത്ത് എന്താ, നേറ്റോ വർക്ക് ചെയ്യുന്നത് മിലിറ്ററി ഡൊമൈനിലാണ്, WHO വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഡൊമൈനിലാണ്, ഓർഗനൈസേഷൻ പ്രൊവിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് പറഞ്ഞാൽ വേറെ ഡൊമൈനാണ്. സോ 3 ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 3 യൂറോപ്യൻ യൂണിയൻ എക്കണോമി, നാറ്റോ മിലിറ്ററി, WHO ഹെൽത്ത്, ഈ 3 ഡിഫറെന്റ് ഡൊമൈനിലുള്ള ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ലോജിക്കലായ ഒരു കാര്യമാണോ? വേറൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്യണോ? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതിന്റെ ആവശ്യം വരുന്നില്ല. സോ അങ്ങനെ നമുക്ക് അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും, അതിന് തെറ്റെടുക്കാൻ ചെയ്യാം. ഓക്കെ, അതൊരു പോസിറ്റീവ് അപ്രോച്ചും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ പറയുന്നത് കൺസിസ്റ്റൻസി മെക്കാനിസം ആണ്. ഞാൻ മറ്റേത് രണ്ടും മാത്രം പറഞ്ഞത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, അതങ്ങനത്തെ കൗണ്ടർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? താങ്ക് യു. സോ ഇവിടെ നമ്മൾ നോക്കിയേ കോൺട്രഡിക്ഷൻസ് ആണ് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് 1 നോക്കി AIBക്ക് 80 നാഷൻസിനൊക്കെ കൂടുതലുണ്ട് പറയാണ്, 3 AIBയിൽ എന്തില്ല, ഏഷ്യയിൽ ഔട്ട്സൈഡ് മെമ്പേഴ്സ് ഇല്ല എന്ന് പറയാണ്. രണ്ടും കോൺട്രഡിക്ടറി ആണ്. കാരണം AIBക്ക് ഏഷ്യയിൽ മെമ്പേഴ്സ് കൂടുതലില്ലെങ്കിൽ, ഏഷ്യയിൽ ആകെ എത്രയേ ഉള്ളൂ, 10-60 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പോ ഏഷ്യയിലെ മെമ്പേഴ്സ് കൂടുതലില്ലെങ്കിൽ എന്താണ്, ഏഷ്യയിൽ നിന്നുള്ള മെമ്പേഴ്സ് ഇല്ലെങ്കിൽ, ഏഷ്യക്ക് പുറത്തുനിന്നുള്ള മെമ്പേഴ്സ് ഇല്ലെങ്കിൽ AIBക്ക് 80 മെമ്പർ നാഷൻസിൽ കൂടുതൽ ഉണ്ടാവാൻ പറ്റില്ല. സോ 1ഉം 3ഉം എന്താണ്, ക്ലിയർലി കോൺട്രഡിക്ട് ഈച്ച് അതർ. സോ 1ഉം 3ഉം ഒരുമിച്ച് വരാൻ പറ്റില്ല. സിയും ഡിയും പോയില്ലേ? സോ ഇത് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി അല്ല, മ്യൂച്വൽ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയിലുള്ള കോൺട്രഡിക്ഷൻ. സോ അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ അവാർഡ് വാസ് എന്തോ സം കൈൻഡ് ഓഫ് അവാർഡ്, നോട്ട് വേൾഡ് സ്പോർട്സ് അവാർഡ്. സോ അവാർഡ് ഏറ്റവും കൂടുതൽ വാങ്ങിയത് Formula 1 പ്ലേയേഴ്സ് ആണ്, കാർ റേസേഴ്സ് ആണെന്ന് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് റോജർ ഫെഡറർ ആണ് മാക്സിമം വാങ്ങിയെന്ന് പറയുന്നത്. റോജർ ഫെഡറർ ടെന്നീസ് പ്ലെയർ. സോ സെക്കൻഡും 3 എന്താണ്, കോൺട്രഡിക്ടറി ആണ്, അല്ലെങ്കിൽ മ്യൂച്വലി കോൺഫ്ലിക്റ്റിംഗ് ആണ്. സോ സെക്കൻഡും 3 ഒരുമിച്ച് വരില്ല. സോ ബിയും ഡിയും പോയില്ലേ? സോ ഇതാണ് മ്യൂച്വൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി മ്യൂച്വൽ കോൺട്രഡിക്ഷൻ രണ്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇൻകൺസിസ്റ്റൻസി ആണ്. മ്യൂച്വൽ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ്സ് തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഡീകൺസ്ട്രക്ഷൻ ആണ്. സിംഗിൾ വേർഡിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് UPSC. പിന്നെ നെറ്റ് മീറ്ററിംഗ്, ഇതൊക്കെ നമുക്ക് സീംസ് ടു ബി ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, ഇപ്പൊ സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഫാക്ച്വലാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. പ്രിലിംസ് UPSC 2020 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് എന്താണ്, ഇത് ഫാക്ച്വൽ ആണ് പറയുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ ഫാക്ച്വൽ അല്ല, ഇത് ഇങ്ങനത്തെ ഒരു ലോജിക്കൽ അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ ഈ ലോജിക്കൽ അപ്രോച്ച് അറിയുന്ന ഒരാൾക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ. സോ AIBയിൽ നമ്പേഴ്സ് ആണ് കാണിക്കുന്നത്, അത് ഇത് ഫാക്ച്വൽ അല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു ക്വസ്റ്റിനെ ഫാക്ച്വൽ ആയിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ലോജിക്കൽ ആയിട്ടാണെന്നുള്ളത്. സോ ഈ ക്വസ്റ്റിനെ ലോജിക്കലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഫാക്ച്വൽ ആവുന്ന ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, മാത്രമല്ല തെറ്റായ ഉത്തരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹലോ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞോ സാർ. ഇപ്പൊ കാണിച്ച അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ ഗോൾഫർ എന്നല്ലേ കാണിച്ചത്, അപ്പൊ അതും ഇങ്ങനെ ഇതാവുന്നില്ലേ, കോൺട്രഡിക്ഷൻ വരുന്നില്ലേ സ്റ്റേറ്റ്മെന്റ്? അമേരിക്കൻ ഗോൾഫർ ടൈഗർ വുഡ്സ് ഫസ്റ്റ് വിന്നറിനെ പറയുന്നുള്ളൂ, ആദ്യത്തെ വിന്നർ ആണെന്നേ പറയുന്നുള്ളൂ. രണ്ടാമത്തിൽ പറയുന്നത് എന്താ, ദ അവാർഡ് വാസ് റിസീവ്ഡ് മോസ്റ്റ്ലി ബൈ Formula 1 റേസേഴ്സ്. അവാർഡ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് കാർ പ്ലേയേഴ്സിനാണ്, കാർ റേസേഴ്സിനാണ്. എന്നിട്ട് 3 പറയുന്നത് എന്താ, റോജർ ഫെഡറർക്കാണ് കൂടുതൽ കിട്ടിയത്. റോജർ ഫെഡറർ ടെന്നീസ് പ്ലെയർ ആണ്. അതാണ് ഫസ്റ്റ് വാങ്ങി ഒറ്റ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ വേർഡ് ഡീകൺസ്ട്രക്ഷൻ, നെറ്റ് മീറ്ററിംഗ്, ഇതും എന്താണ് നമുക്ക് അറിയില്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ട് തോന്നാം.
ബട്ട് എന്താണ് ആ വേർഡ് റീകൺസ്ട്രക്ട് ചെയ്യുക, നെറ്റിനും മീറ്ററിംഗ് 2 വേർഡ് ആക്കാം. നെറ്റിന്റെ വേർഡ് മീനിങ് ആലോചിക്കുക. നെറ്റ് അൾട്ടിമേറ്റ്ലി പ്രൊഡക്ഷൻ യൂസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് നെറ്റ് ക്വാണ്ടിറ്റി. ആ മീനിങ് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട് പ്രൊഡക്ഷൻ യൂസ് ഓഫ് സോളാർ എനർജി എന്നുള്ളത്, ബിയിലില്ല, യൂസ് മാത്രമേ ഉള്ളൂ, സിയിൽ ഇൻസ്റ്റലേഷൻ മാത്രമേ ഉള്ളൂ, ഡിയിൽ ഇൻസ്റ്റലേഷൻ മാത്രമേ ഉള്ളൂ. സോ എ കിട്ടും, കാരണം അവിടെ നെറ്റ് എന്ന് പറഞ്ഞ ടേമിൽ നമുക്ക് രണ്ടും കിട്ടാൻ വേണ്ടി പറ്റും. സോ ഇത് നമുക്ക് എന്താണ് ഫാക്ച്വലി തോന്നാം, പക്ഷെ ഈ ഒരു മെത്തേഡ് ഓഫ് തീം എന്താണ്, അത് ലോജിക്കൽ ക്രാക്കിംഗ് ഓഫ് ക്വസ്റ്റ്യൻ ആവും. സോ അതാണ് നമ്മൾ പറയുന്നത് വേർഡ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ. സെയിം വിത്ത് ബ്ലൂ കാർബൺ. ബ്ലൂ എന്ന് പറയുന്ന വേർഡ് മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് റിലേറ്റഡ് ടു ഓഷ്യൻസ് അല്ലെങ്കിൽ കോസ്റ്റൽ എക്കോസിസ്റ്റം. സോ വി കൻ ഓപ്റ്റ് ദി ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ. സോ ഇതാണ് വേർഡ് ഡീകൺസ്ട്രക്ഷൻ. ഇതെല്ലാം പാസ്റ്റ് ഇയർ UPSC ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇതിനെ ക്രാക്കിംഗ് ചെയ്യാം. ബ്ലൂ കാർബൺ ലാസ്റ്റ് ഇയർ ചോദിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്. ഓക്കെ, സോ ഇതാണ് വേർഡ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മെക്കാനിസം. ഇത് പെർസെന്റേജ് വെയിറ്റേജ് അസൈനർ എന്ന് പറയും. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ഗ്രാജുവലി മനസ്സിലാവുന്നതാണ്. ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെർസെന്റേജ് വെയിറ്റേജ് അസൈൻ ചെയ്യും. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് ജസ്റ്റ് ഒരു പെർസെന്റേജ് കൊടുക്കാം. ഓക്കെ, കാരണം ഭയങ്കര ക്ലോസ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഓപ്റ്റ് എടുക്കാറുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63. മോറിംഗ ഡ്രംസ്റ്റിക് ട്രീ ഈസ് എ ലെഗുമിനസ് എവർഗ്രീൻ ട്രീ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതുവരെ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്. സോ എനിക്കത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സാധ്യത എനിക്കൊരു ഐഡിയ ഇല്ല. സോ 50-50 ആണ്. 50% ശരിയാവാം, 50% തെറ്റാവാം. അതാണ് എന്റെ പെർസെന്റേജ് ആണ് ഞാൻ കൊടുക്കുന്ന അസൈൻമെന്റ്. ടമറിൻ ട്രീ ഈസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ. ടമറിൻ എന്ന് പറഞ്ഞാൽ പുളിമരാണ്. സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ട്രോപ്പിക്കൽ റീജിയൻ. അതേ ട്രോപ്പിക്കൽ റീജിയൻ തന്നെയാണ് ആഫ്രിക്കയിലൂടെയും പാസ് ചെയ്ത് പോകുന്നത്. സോ എൻഡമിക് എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇറ്റ്സ് എൻ എക്സ്ട്രീം വേർഡ്. എൻഡമിക് അവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ സൗത്ത് ഏഷ്യയിൽ മാത്രമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച കാര്യത്തിൽ എനിക്കിതിനെ ലോജിക്കലി കൗണ്ടർ ചെയ്യാൻ പറ്റും നേരത്തെ മെക്കാനിക്സിൽ. എന്തുകൊണ്ട് അത് ആഫ്രിക്കയിൽ കാണുന്നില്ല? ആഫ്രിക്കയിൽ കാണാനുള്ള സാധ്യതയില്ലേ? അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഭാഗങ്ങളിൽ എന്തുകൊണ്ട് കാണുന്നില്ല? കാരണം സൗത്ത് ഏഷ്യക്ക് വളരെ എടുത്തു കിടക്കുന്നതാണ്. പക്ഷെ എനിക്ക് അവിടെ എക്സാക്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ അറിയില്ല. ടമറിൻ ട്രീ എവിടെ കാണുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഫാക്ച്വൽ ഇൻഫർമേഷൻ, കാരണം ഞാൻ ഇതിനെ ഫാക്ച്വൽ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ടമറിൻ ട്രീ എവിടെയുള്ളതെന്നുള്ള ഫാക്ച്വൽ ഡാറ്റയാണ് എല്ലാം ഞാൻ റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന് പകരം എന്താ ചെയ്യുന്നത്? അതിനെ ലോജിക്കലി കൗണ്ടർ ചെയ്യാനാണ് നോക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിന് ഞാൻ കൊടുക്കുന്ന പെർസെന്റേജ് അസൈൻമെന്റ് ഒരു 80% ആണ്. നിങ്ങൾക്ക് 80-85% ആ ക്വസ്റ്റൻ എന്താണ്? തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ, ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി ടമറിൻ ട്രീ ഈസ് കളക്ടഡ് ആസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. സെക്കൻഡ് എന്ത് ചെയ്യും? നമ്മൾ കോൺഫ്ലിക്റ്റിംഗും വന്നു. സോറി സൗത്ത് ഏഷ്യ ആണ്. സോറി സൗത്ത് ഏഷ്യ. ഓക്കെ, ആഫ്രിക്ക എടുത്തിട്ട് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാം. ആഫ്രിക്ക എന്നുള്ള ആഫ്രിക്കയിൽ വരുന്നത്, ട്രോപ്പിക്കൽ ആഫ്രിക്ക വരുന്നുണ്ട്, അവിടെ എന്തായാലും കാണാത്ത അങ്ങനെ കൗണ്ടർ ചെയ്യാം. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടമറിൻ ഈസ് കളക്ടഡ് ആസ് MFP, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. പുളിമരം ബേസിക്കലി കാട്ടില് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അത് ട്രൈബൽസ് MFP ആയിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഒരുവിധം എല്ലാ സാധനങ്ങളും MFP ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ തോന്നുന്നത്? ശരിയാവാം, കാരണം എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അത് ഉറപ്പില്ല. അപ്പൊ ഞാനൊരു 70% ആണ് എന്ത് ചെയ്യുന്നത്? അതിന് ശരിയായി കൊടുക്കുന്നത്. എനിക്ക് കമ്പയറിംഗ്, ഇത് റിലേറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്ന അത്ര ഷുവർ ആയിട്ട് എനിക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. സോ എന്റെ റിലേറ്റീവ് വെയിറ്റേജ് അസൈൻമെന്റ് എങ്ങനെയാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് ഒരു 80%, 85% തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് കമ്പയറിംഗ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു 70% ശരിയാണ്. ഓക്കെ, ഇന്ത്യ എക്സ്പോർട്സ് ടമറിൻ ആൻഡ് സീഡ്സ് ഓഫ് മൊറിംഗ. അറിയില്ല, കാരണം ഒരു 50-50 തന്നെയാണ്. ഒരു ധാരണയില്ല, കാരണം എന്തിനാ നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്, എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അറിയില്ല. എനിക്ക് അതിനൊന്നും നോക്കാൻ പറ്റില്ല. സീഡ്സ് ഓഫ് മൊറിംഗ ആൻഡ് ടമറിൻ ക്യാൻ ബി യൂസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂവൽസ്. ഇത് വേറൊന്നും കൂടി ഉണ്ട്. ക്യാൻ ബി മീൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ബിക്കം വെരി ജനറലായി മാറുകയാണ്. ക്യാൻ ബി, മസ്റ്റ് ബി, ഷുഡ് ബി എന്നല്ല പറയുന്നത്, ക്യാൻ ബി. സോ ആവാം, കാരണം എന്താ വെച്ചാൽ ഒരുവിധം ഇപ്പൊ നാഷണൽ ബയോഫ്യൂൽ പോളിസി ബേസിക് ആയിട്ട് നമ്മൾ എന്തായാലും വായിക്കും പഠിക്കുന്ന സമയത്ത്. അതിൽ അതിന്റെ ഒരു ബ്രോഡർ സ്കോപ്പിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. സോ ഇങ്ങനെ അനാവശ്യമായി കിടക്കുന്ന ഫുഡും സാധനങ്ങളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ ആ ക്യാൻ ബിക്ക് എന്തുണ്ട്? ഒരു സാധ്യതയുണ്ട്. സോ പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നത്? അതിനൊരു 60% അല്ലെങ്കിൽ 65% ശരിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ പെർസെന്റേജ് അസൈൻ ചെയ്തു. ഇനിയാണ് ഞാൻ എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള പെർസെന്റേജ് അസൈൻമെന്റ് ആയിരിക്കും ഞാൻ എലിമിനേഷൻ പ്രോസസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് ടമറിൻ ട്രീസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഉറപ്പുള്ളത്. ബിക്കോസ് 85% എനിക്ക് തെറ്റാണെന്നുള്ളത്. സോ ഞാനത് എലിമിനേറ്റ് ചെയ്യും ആദ്യം. ഇതിന് പകരം നിങ്ങൾ വേറെ എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൊറിംഗ ഈസ് എ ലെഗുമിനസ് എവർഗ്രീൻ ട്രീ, നിങ്ങൾക്ക് ഫാക്ച്വലി അറിയാം അതല്ല എന്നുള്ള കാര്യം വന്നതാ തെറ്റിപ്പോവും. സോ ഈ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോസസ് നമ്മൾ എങ്ങനെ അതിലേക്ക് പോകുന്നു എന്നുള്ളത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻഡമിക് ടു സൗത്ത് ഏഷ്യ എന്നുള്ള കാര്യം. അത് തെറ്റാണെന്ന് എടുക്കുമ്പോൾ എയും പോയി, ഡിയും പോയി, then we are left with B and C. 1, 3 and 4 and 3, 4 and 5. സോ 3ഉം 4ഉം കോമൺ ആണ്. ദെൻ 1ഉം 5ഉം ഉണ്ട്. സോ 1ൽ എന്റെ എന്താണ്? 50-50 ആണ്. പക്ഷെ 5ൽ എന്താണ്? കുറച്ചും കൂടി കൂടുതലാണ്, 65-60 ഉണ്ട്. സോ അതിൽ ഓപ്ഷൻ 5.
ഇത് രണ്ട് റിലേറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇൻഡിവിജ്വലി കണക്കാക്കുന്നില്ല ഈ മെക്കാനിസത്തിൽ. അബ്സല്യൂട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു അതർ വൺ. ആ റിലേറ്റീവ് വെയിറ്റേജിലാണ് ഈ വർക്ക് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 1ഉം 5ഉം ഇൻഡിപെൻഡന്റ് എടുത്തു കഴിഞ്ഞാൽ 5 ശരിയാണോ 1 തെറ്റാണോ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 1നേക്കാൾ സാധ്യത 5ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ 5 എടുക്കുന്നത്. സോ ആൻസർ എന്ത് വരുന്നു? 3, 4 and 5 ബോക്സ് ആണ് ഉത്തരം വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 61st ക്വസ്റ്റ്യൻ, ഗ്രാസ് ലാൻഡിലുള്ള ട്രീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടുത്തെ വെജിറ്റേഷന്റെ ഗ്രോത്തിനെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ബേസിക്കലി ഒരു സ്ഥലത്തെ ക്ലൈമറ്റിനെ മാറ്റർ ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചിട്ട് ആൾക്കറിയാം ബി ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ. റെയിൻഫോൾ എവിടെയെങ്കിലും തന്നിട്ടുണ്ട്. സോ ബറോവിങ് അനിമൽസ് ആൻഡ് ടെർമൈറ്റ്സ്, ശരിയാണ്, എനിക്ക് തോന്നാം, ശരിയാണ്. കാരണം ബറോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ടാവായിരിക്കും എനിക്ക് തോന്നാം. സോ ഞാൻ അതിലൊരു 70% കൊടുക്കും. ഫൈൻ. ഫയർ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല, അതിന് ഞാൻ എന്ത് കൊടുക്കും? പക്ഷെ ഫയർ കുറച്ച് ടെമ്പറേച്ചറായിട്ട് കൂടുതൽ നിൽക്കുന്ന ഭാഗമാണ്. സോ പക്ഷെ ബറോയിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ കൊടുക്കും, ഒരു 71% കൊടുക്കും. ഗ്രേസിംഗ് ഹെർബിവോറസ്, ബറോയിങ് പോലൊക്കെ തന്നെ 70%, 69% കൊടുക്കാം. സീസണൽ റെയിൻഫോൾ ഒബ്വിയസ്ലി കുറച്ചും കൂടി ധാരണ ഉണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ്. സോ അതിനൊരു 90% വെയിറ്റ് കൊടുക്കും. സോയിൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സോയിലിന്റെ ബദലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ്. കാരണം വെജിറ്റേഷൻ സോയിലിന്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ഇത് വരും. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യാണ്? ഒരു 72% വെയിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഈ സാധനം ഇട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് സോയിൽ പ്രോപ്പർട്ടീസ് ആണ് ബറോയിങ് ഫയറിനേക്കാൾ കൂടുതൽ വരും തോന്നുന്നു. ഓക്കെ. ബട്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, സീസൺ റെയിൻഫോൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം സീസൺ റെയിൻഫോൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് 90% ഉറപ്പുണ്ട്, അല്ലെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ സീസൺ റെയിൻഫോൾ എടുക്കുമ്പോൾ എന്തായി? 2, 3, 4ഉം 1 and 2ലേക്ക് എത്തി. അതായത് 2, 3, 4ഉം വന്നു, 4 and 5ഉം വന്നു, അല്ലെ? അതായത് എയും ഡിയും ഞാൻ എലിമിനേറ്റ് ചെയ്തു. ദെൻ എന്താ വരുന്നത്? 5 ആണോ എന്നുള്ളതും 2ഉം 3 ആണോ എന്നുള്ളതാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. സോ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ബറോയിങ് അനിമൽസ് ആൻഡ് ടെർമൈറ്റ്സ്, എനിക്ക് വായിച്ചപ്പോൾ എന്താ തോന്നുന്നത്? അത് ഉണ്ട് എന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഞാൻ അത് ആദ്യത്തെ ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ അത് ഉണ്ട് എന്ന് കണ്ടിട്ട് 1 ഉള്ള ഓപ്ഷനിൽ കൊടുത്ത് ഞാൻ തെറ്റിപ്പോയില്ലേ? സോ ഇത് റിലേറ്റീവ് മെക്കാനിസം ആണ്. കാരണം ഇവിടെ UPSC അങ്ങനെ ടൈറ്റ് ആക്കുന്ന പരിപാടിയാണ്. കാരണം എല്ലാം ക്ലോസ്ലി മാച്ച്ഡ് ആണ്, എല്ലാം ഉണ്ട് നമുക്ക് തോന്നും, ഒന്നുമില്ല തോന്നില്ല. ഇവിടെ എന്തോ ഭാഗത്തിൽ 1, 2, 3, 4, 5, പക്ഷെ ഇങ്ങനത്തെ ഓപ്ഷൻ ഒരു 1, 2, 3, 4 തരുമില്ല മെജോറിറ്റി കേസിലും. കാരണം ആ ഒരു ചാൻസ് അവർ തരുന്നുണ്ട് നമുക്ക്, അങ്ങനെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നത്. ഓക്കെ. സോ ആ പേഴ്സണെ അസൈൻ ചെയ്യുമ്പോൾ എന്താ, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സീസൺ റെയിൻഫോൾ എന്നായിട്ട് മാത്രമാണ്. അതിന് പകരം ബറോയിങ് അനിമൽസിൽ തുടങ്ങിയാലും ബാക്കി ഏത് തുടങ്ങിയാൽ ഞാൻ തെറ്റി പോകും. സോ മുഴുവൻ വായിച്ച് നമ്മൾ റിലേറ്റീവ്ലി എന്ത് ചെയ്യാണ്? പേഴ്സണെ അസൈൻ ചെയ്യാണ്. സോ 4 ഉണ്ട് എന്നാണ് എനിക്ക് ഉറപ്പ് വരുന്നത്. സോ എ ഉണ്ട് ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെ 4ഉം 5ഉം സിയും. ഇനി നമുക്ക് അടുത്തൊരു മെക്കാനിസിലേക്ക് ഓപ്റ്റ് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ സീസൺ റെയിൻഫോൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഫയർ ക്യാച്ച് ചെയ്യാനും ഗ്രേസിംഗ് ഓഫ് ഹെർബിവോർ സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ കെട്ടാം. അങ്ങനെ കെട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സോയിൽ പ്രോപ്പർട്ടീസ് ഓഡ് 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് എന്ത് വരുന്നത്? ആൻസറിലേക്ക് 2, 3, 4ലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ. സോ ദിസ് ഓൾസോ അനദർ മെക്കാനിസം, പെർസെന്റേജ് അസൈനർ, ആ വെയിറ്റേജ് അസൈൻ ചെയ്യുന്നു. സോ ഇങ്ങനെ പ്രോപ്പർലി വെയിറ്റേജ് അസൈൻ ചെയ്യുമ്പോൾ ഇത്തരം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സ്? ഇത് നിങ്ങൾക്ക് റൗണ്ട് ടേബിൾ നിങ്ങളോട് ചെയ്യിപ്പിക്കും. റൗണ്ട് ടേബിൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആണ്. പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട് വരും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മളെ പ്രശ്നം പറ്റിയത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി റെഡി ആവുക. ഓക്കെ. നെക്സ്റ്റ് വൺ ലോജിക്കൽ തിങ്കിങ്. ഇത് ബേസിക്കലി ഒരു മെക്കാനിസം അല്ല, കുറച്ച് നമ്മുടെ കോമൺ സെൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ കൺസിസ്റ്റന്റ്ലി ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ മെത്തേഡ്സിനൊക്കെ പുറമെ നിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ബ്ലാക്ക് മണിയുടെ മെയിൻ കോസ് ഓഫ് വറി എന്താവുമെന്ന് ചോദിക്കുന്നത്. ബ്ലാക്ക് മണിയുടെ മെയിൻ കോസിൽ ഡിവിഷൻ ഓഫ് റിസോഴ്സ് ആവാൻ നമുക്ക് തോന്നാം. റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് യൂസ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺപ്രൊഡക്റ്റീവ് അസറ്റ്സ്, ലാർജ് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, ലോസ് ഓഫ് റവന്യൂ, ഇതൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അതെല്ലാം ബാക്കി ആദ്യത്തെ 3 ഓരോ സെക്ടറിലാണ്. ആദ്യത്തെ റിയൽ എസ്റ്റേറ്റിലാണ്, ലക്ഷറി ഹൗസിംഗ് ആണ്, രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺപ്രൊഡക്റ്റീവ് അസറ്റ്സ് ആണ്, മൂന്നാമത്തെ ലാർജ് പൊളിറ്റിക്കൽ പാർട്ടി ആണ്, നാലാമത്തെ തന്നെ ഹോളിസ്റ്റിക്കലി എക്സ്ചക്കറിനെ എഫക്ട് ചെയ്യുന്നതാണ്. സോ ബ്ലാക്ക് മണി ഒരു ബ്രോഡർ ആയിട്ട് എഫക്ട് ചെയ്യുന്ന സാധനം ആയതുകൊണ്ടും എന്താണ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. സോ ഇതിനൊരു മെത്തേഡ് എന്നുള്ളതല്ല, ഇത് നമ്മുടെ ഒരു പ്യൂർ തോട്ട് പ്രോസസ് ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ മാക്സിമം അപ്ലിക്കേഷൻ ആണ്. ഓക്കെ. ഇത് നമ്മൾ ചെയ്ത് വന്ന് കിട്ടുന്നതാണ്. നമ്മളെല്ലാം തെറ്റായ കയറുണ്ടാവാം. ഇത് സ്ഥിരമായി ചെയ്ത് ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യണം. സോ അതിന് നിങ്ങൾക്ക് ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് സം വെരി ലാർജ് റൂട്ട്സ്. വലിയ റൂട്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ വലിയ റൂട്ടിനാണെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കലി കുറെ മഴ കിട്ടണം. കുറെ മഴ കിട്ടിയാൽ മാത്രമേ അവിടെ വലിയ റൂട്ട് ഉണ്ടാവുള്ളൂ. അവിടെ കുറെ മഴ കിട്ടണമെന്ന് 4 മേഘാലയാണ്. എളുപ്പത്തിൽ തിരുത്താം.
ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഭയങ്കര ഫാക്ച്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച ഭാഗത്ത് എന്തെങ്കിലും ഈ സാധനം ഉണ്ടോ എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും. നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവില്ല ലീനിയർ റൂട്ട്സ് മേഘാലയാണ്. ഇത് ചോദിച്ച കാലത്ത് ഇത്ര ഫേമസ് ആയിരുന്നില്ല. അത് ചോദിച്ചതിന് ശേഷമാണ് ഇത്ര ഫേമസ് ആയത്. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ ഫാക്ച്വൽ എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിലാക്കേണ്ടത് ഇതിന് ഇങ്ങനത്തെ മെക്കാനിസം ഉണ്ട്. കാരണം ഇത് ആ കൺസെപ്റ്റിന്റെ മുകളിൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. സോ ഇതെല്ലാം നമ്മൾ എന്താണ്, നിങ്ങൾ കൺസ്റ്റന്റ്ലി മെന്ററോട് ഇന്ററാക്ട് ചെയ്യുന്ന ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മൾ പിയർ ടു റൗണ്ട് ടേബിൾ ഡിസ്കഷൻസിൽ നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സിന്റെ ഒപ്പം ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ഇതൊരു ലോജിക്കൽ തിങ്കിങ് മെക്കാനിസം ആണ്. ഓക്കെ, അടുത്ത് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര സില്ലായിട്ട് തോന്നാം, പക്ഷെ നിങ്ങൾ എല്ലാ ടെസ്റ്റിന് ശേഷം ഇത് ചെയ്യണം. ഓക്കെ, ഇത് എല്ലാ ടെസ്റ്റിന് ശേഷം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മെന്റർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ലൈക്ക് ടോട്ടൽ നിങ്ങൾ എത്ര അറ്റംപ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ 93 ആണെങ്കിൽ 93 അറ്റംപ്റ്റ്സ്, ഇത്ര റൈറ്റ് ഇത്ര റോങ്, ഇത്ര ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ഇത്ര ക്വസ്റ്റ്യൻ ശരിയായി പോയി. എന്നിട്ട് ഓരോ റൗണ്ടിലുള്ള ഡാറ്റ, റൗണ്ട് 1 ടോട്ടൽ അറ്റംപ്റ്റ് 15 ആയിരുന്നു. ആ 15 10 റൈറ്റ് ആയി, 5 തെറ്റിപ്പോയി. റൗണ്ട് 2 ടോട്ടൽ അറ്റംപ്റ്റ് ഇത്രയാണ്, റൈറ്റ് റോങ്. റൗണ്ട് 3 ഇത്രയാണ്, റൈറ്റ് റോങ്. ഇത് പറയുമ്പോഴാണ് മെന്റർക്ക് നിങ്ങളുടെ ഇഷ്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ഫസ്റ്റ് റൗണ്ടിൽ കൂടുതൽ തെറ്റാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടായിരിക്കും, സെക്കൻഡ് റൗണ്ടിൽ തെറ്റുന്നതിന് മറ്റൊരു റീസൺ ഉണ്ടായിരിക്കും, തേർഡ് റൗണ്ടിൽ തെറ്റുന്നതിന് വേറെ റീസൺ ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കാര്യങ്ങളും നിങ്ങളുടെ പേപ്പർ കണ്ടാലും മെന്റർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, കുറച്ച് ദിവസം മെന്ററൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത് ഭയങ്കര മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏത് റൗണ്ടിലും ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റാവുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെ തെറ്റിയാണെന്ന് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ എനിക്ക് നോളജ് ഇല്ലാണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലാരിറ്റി ഇല്ലാണ്ടായിരിക്കും. ഇപ്പൊ സിമ്പിളായി പറയുകയാണെങ്കിൽ നോളജ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ കുറവായിരിക്കും. ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്ന പ്രശ്നമായിരിക്കും. അപ്പൊ അത് മെന്റർക്ക് പറഞ്ഞുതരാൻ പറ്റും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ് തെറ്റിയെന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതൊന്നും വലിയ പണിയുള്ള കാര്യമല്ല. ഒരു 2 മണിക്കൂർ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് നമ്മൾ റോങ് ആൻസേഴ്സിലേക്ക് വന്നുവിട്ട് ആ 4 പേര് നെഗ്ലിജൻസിന്റെ പേരിലാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടുത്ത ടെസ്റ്റ് എന്ത് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ വീക്ക് ഏരിയസും സ്ട്രോങ് ഏരിയസും ഐഡന്റിഫൈ ചെയ്യണം. ഓരോരുത്തർക്കും നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ ഏരിയയും സ്ട്രോങ് ആക്കാൻ നോക്കുക. ബട്ട് നമ്മളെല്ലാം മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് അവസരം പറ്റിക്കൊള്ളുന്നില്ല. എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങളുണ്ട്. സോ കോർ സബ്ജക്ട്സ് വീക്ക് ആക്കി വെക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്ട്സിൽ അപ്പൊ അത് നമുക്ക് എന്താ, ചില സബ്ജക്ട് എത്ര പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ്ലി ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബട്ട് പ്രിലിംസിൽ ഒരാഴ്ച മുന്നേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കുറച്ച് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്ത് നിന്ന് അറ്റംപ്റ്റ് കുറയ്ക്കുക. അപ്പൊ നിങ്ങൾ മറ്റുള്ള ഭാഗങ്ങളിൽ ഭയങ്കര ഹൈ എൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അറ്റംപ്റ്റ് കൂട്ടുക. ഇപ്പൊ ഞാൻ ബേസിക്കലി SND വീക്ക് ആണ്. അപ്പൊ ഞാൻ ഈ ലോജിക്ക് പോയിട്ട് SND അപ്ലൈ ചെയ്ത് കാര്യമില്ല, തെറ്റിപ്പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, SND ഭയങ്കര സേഫ് പ്ലേ കളിക്കും. പക്ഷെ ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ എക്കണോമിക് വേൾഡ് അഫയേഴ്സ് ഒക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് കൂടുതൽ മാർക്ക് അവിടെ വാങ്ങും. സോ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നിങ്ങൾ എത്ര എല്ലാം സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടേതായ വീക്ക് ഏരിയസും നമ്മുടേതായ സ്ട്രോങ് ഏരിയസും ഉണ്ടായിരിക്കും. നമ്മളെല്ലാം വേരിയേഴ്സ് ആണ്. അയാൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ, അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതുപോലെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിനൊക്കെ എന്താണ്, ഈ സെൽഫ് അസസ്മെന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അതിൽ സഹായിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രെയിമിംഗ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഞാൻ UPSC ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ അടുത്തത് ഗോൾഡൻ റൂൾസ്. ഗോൾഡൻ റൂൾസ് കുറച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് എൻഡപ്പ് ചെയ്യാം. ലൈക്ക് എലിമിനേഷൻ, ഓൾവേസ് ഫോളോ എലിമിനേഷൻ. അതിലൊരു സംശയമില്ല. ദർ ഇസ് നോ ഡയറക്റ്റ് പിക്ക്. സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ മെക്കാനിക്സിലൂടെ തന്നെ ചെയ്യണം. അത് ഞാൻ പറഞ്ഞു, വെട്ടി സിമ്പിൾ അല്ല. അത്രയും ഷുവർ ഷോട്ടിൽ നിങ്ങൾക്ക് അറിയാണെങ്കിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. ബട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് പിക്ക് ചെയ്യരുത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ PSC എക്സാമിനേഷൻ. നമ്മൾ ചെയ്യുന്ന UPSC എക്സാമിനേഷൻ ആണ്, അതിന് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. UPSC ഒരിക്കലും ചോദിക്കുന്നത് കറക്റ്റ് ആൻസേഴ്സ് അല്ല. UPSC ചോദിക്കുന്നത് മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ്. ചിലപ്പോൾ എല്ലാ ഓപ്ഷനും തെറ്റായിരിക്കാം. UPSCക്ക് വേണ്ട എന്താണ്, മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ്. സോ ഏറ്റവും ഇംപ്രോബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്ന കാര്യമാണ് ഏറ്റവും പ്രോബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും എലിമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ചില സമയത്ത് പറയാറില്ല UPSC തെറ്റാണെങ്കിൽ എന്ന് പറയാറില്ലേ, ആയിരിക്കാം. പക്ഷെ റിലേറ്റീവ്ലി ശരിയായ ആൻസർ അതാണ്. UPSC ചെക്ക് ചെയ്യുന്നത്. സോ ഓൾവേസ് ഫോളോ എലിമിനേഷൻ, അതിലൊരു സംശയമില്ല. സെക്കൻഡ് വൺ, സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അത് മാത്രം എടുത്ത് പറയാം. റൗണ്ട് ആയിട്ട് ഡാറ്റ ചെയ്യുന്ന കാര്യം ചോദിച്ചു. നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കൺസിസ്റ്റന്റ്ലി ചെയ്യാണ്. നിങ്ങളൊരു 10, 30, 40 ടെസ്റ്റ് എടുത്തു. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ 20 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്റെ പേപ്പർ ടഫാണ്, 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പേപ്പർ എളുപ്പമാണ്. ആ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ റൗണ്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പേപ്പറിൽ
30 ക്വസ്റ്റനോളം ഫസ്റ്റ് റൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പായിരിക്കും ഐ വിൽ സ്കോർ മോർ ദാൻ 130 പ്ലസ് സ്കോർ ചെയ്യും. അതാരണം എനിക്ക് വരുന്നത് ഞാൻ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് എനിക്ക് എന്നെ കുറിച്ച് അവെയർ ആവുന്നതുകൊണ്ടാണ്. അതല്ല 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിൽ എന്താ, ഇത് ഭയങ്കര ടഫാണ് പേപ്പർ എനിക്ക്, സോ ഞാൻ എന്ത് ചെയ്യും, എന്റെ അറ്റംപ്റ്റ് കുറയ്ക്കും. പക്ഷെ 30 ചെയ്യുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണ്, സോ ഞാൻ അറ്റംപ്റ്റ് കൂട്ടണം, കാരണം കട്ട് ഓഫ് കൂടുതലായിരിക്കും. ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് മാത്രമേ ഇതിനെ കുറിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെന്റർക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പൊ എന്റെ കാര്യം അൻഡുവിന്റെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. അൻഡുവിന്റെ 60 ചെയ്തായിരിക്കും 150 അത്രയും മാർക്ക് കിട്ടുന്നുണ്ടാവുക. രണ്ടാളുടെയും ആ ഒരു മെക്കാനിക്സിൽ വ്യത്യാസം ഉണ്ടാവും. അജ്മൽ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ പലരും പലതായിരിക്കും. അപ്പൊ അതിനൊരു യൂണിവേഴ്സൽ റൂൾ ഒന്നുമില്ല, 20 അങ്ങനെയൊന്നുമില്ല. അത് നമ്മളാണ്, നമ്മൾ അത്രയും കാലം ചെയ്തു വന്നതിൽ നിന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഏത് റൗണ്ടിലാണ് നിങ്ങൾ കൂടുതൽ തെറ്റുന്നത്. ചില ആൾക്കാർക്ക് സെക്കൻഡ് റൗണ്ടിലായിരിക്കും കൂടുതൽ ശരിയാവുണ്ടാവുക, തേർഡ് റൗണ്ടിൽ കൂടുതൽ തെറ്റിപ്പോകും. അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ ഐഡന്റിഫൈ ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് പറയണമെങ്കിൽ ഇപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് തേർഡ് റൗണ്ടാണ് കൂടുതൽ ശരിയാവാറുള്ളത്. സെക്കൻഡ് റൗണ്ട് കുറച്ച് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സോ അത് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്റെ തേർഡ് റൗണ്ടിലേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിനെ മാറ്റി വെക്കും. കാരണം എന്റെ സ്ട്രോങ് ഏരിയ അതാണ്. സെക്കൻഡ് റൗണ്ടിൽ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കും. സോ ഇതെല്ലാം വേരിയിങ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും. ഇതിനൊന്നും യൂണിവേഴ്സൽ റൂൾ ഇല്ല. സോ നിങ്ങൾ അത് കണ്ടുപിടിക്കണം, നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ട്രോങ് ആൻഡ് വീക്ക് സബ്ജക്ട്സ്, ഏതാണ് സ്ട്രോങ് ഏതാണ് വീക്ക്. അതിൽ തന്നെ ചില ഏരിയസ്, ഇപ്പൊ എമർജൻസി പ്രൊവിഷൻ എത്ര പഠിച്ചിട്ട് എനിക്ക് മറന്നു. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, പൊളിറ്റി എനിക്ക് സ്ട്രോങ് ആണെങ്കിൽ കൂടി ഈ രണ്ട് ഭാഗം ഭയങ്കര പ്രശ്നമാണ്. സോ അതിനെന്ത് ചെയ്യില്ല, സമയം കളയാൻ നിൽക്കില്ല. ആദ്യത്തെ റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ അവസാനത്തെ റൗണ്ടിലേക്ക് മാറ്റി വെക്കും. കാരണം അവിടെ ടൈം കളയുന്നതിനൊക്കെ നന്നായിട്ട് മറ്റു സ്ഥലത്ത് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. ദാറ്റ് സെൽഫ് അവയർനെസ്. നമുക്ക് നമ്മളെ കുറിച്ച് നല്ല വൃത്തിക്കും വെടിപ്പായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് തിങ്, പേഷ്യൻസ് ആൻഡ് കോൺഫിഡൻസ്. ഭയങ്കര പേഷ്യന്റ് ആയിരിക്കുക. സമാധാനം, അത് ചെയ്യണ സമയത്ത് നെർവസ് അടിക്കാണ്ടിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. അവിടെ എക്സാം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പോസിറ്റീവ് അപ്രോച്ച്, എന്ത് വേർഡ് കൺസെപ്റ്റ് എന്നുള്ള സാധനം അടിക്കരുത്. സമാധാനമായി ചെയ്യാം. അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സാധനം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു കുറച്ചും കൂടി എന്താ പറയുക ടെൻഷൻ ക്യാരക്ടർ ഉണ്ട്, അങ്ങനത്തെ അത് മനഃപൂർവ്വം കുറയ്ക്കാൻ ശ്രമിക്കാം. അതൊരു മൊത്തം പ്രോസസിന്റെ ഭാഗമാണ്. അത് ഇവിടെ മാത്രം കുറയ്ക്കാൻ പറ്റില്ല. ലൈഫിൽ മൊത്തമുള്ള ഹാബിറ്റ്സ് കുറച്ചാലാണ് ഇവിടെയും കുറയുള്ളൂ. സോ അതിന് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. യോഗ ചെയ്താൽ കുറയുന്നെങ്കിൽ യോഗ ചെയ്താൽ കുറയാം. കാരണം ഇത് മൊത്തത്തിൽ നമുക്ക് ട്രേറ്റ് ഉണ്ടെങ്കിൽ ആ ട്രേറ്റ് മൊത്തത്തിൽ കുറച്ചാലാണ് ഇവിടെയും കുറയുള്ളൂ. അതിലൊരു സംശയമില്ല. കാരണം നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ എക്സാം ഹോൾഡ് ചെയ്യുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഇതിൽ സമാധാനത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ. അൾട്ടിമേറ്റ്ലി കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എങ്ങനെ വരുന്നത്? ഇന്ന് നമ്മൾ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്നല്ല ജാൻ 2 ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ടെസ്റ്റ് സീരീസ് എല്ലാം പ്രോപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈവൻ മാർക്ക് പറഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ റൗണ്ടും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത മെജോറിറ്റി അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പാസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹോൾഡ് ചെയ്തുമ്പോൾ എന്താ, നിങ്ങൾ കോൺഫിഡന്റ് അല്ലേ? അത് മാത്രമേ ചെയ്യുള്ളൂ. ദാറ്റ്സ് വർക്ക് ഇടുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വർക്ക് ഇട്ട ആള് കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് 10 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. 10 ചെയ്യാൻ പറ്റില്ലെങ്കിൽ പേപ്പർ ടഫാണ്. ഇത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ടഫാണ്. കാരണം എന്താ, നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർലി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ thoroughly പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. പഠിക്കാണ്ടിരുന്നത് ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ കോൺഫിഡന്റ് ആവാൻ ഇറ്റ്സ് എ മാറ്റർ ഓഫ് വർക്ക്. നിങ്ങൾ വർക്ക് ഇട്ടാൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കോൺഫിഡന്റ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ്, സയന്റിഫിക് റീസണിങ്. അൾട്ടിമേറ്റ്ലി ഒരുപാട് സ്ഥലത്ത് ലോജിക്കൽ ട്രെയിനിങ് ഉണ്ട്, ഇലുമിനേഷൻ ഉണ്ട്. ഇതിപ്പോൾ ലീഡേഴ്സിന്റെ ഓപ്പൺ സെഷൻ ആണ്. നിങ്ങൾ ഇനി പല ഇൻസ്റ്റിറ്റ്യൂട്ടിനും പല ഓപ്പൺ സെഷനും കേൾക്കും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. ബട്ട് വൺ തിങ്, സയന്റിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റാഷണൽ ആയിരിക്കണം കാര്യങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റാഷണൽ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇറാഷണൽ ആയിട്ട് അബ്സർഡ് ആയിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കൗണ്ടർ ചെയ്യാം. ഞാൻ അതിനോട് ചോദിച്ച് മനസ്സിലാവുന്നതിനുള്ളത്. പല കാര്യങ്ങളും പലത് വരുന്നത്. എപ്പോഴും ഓള് വരുമ്പോൾ തെറ്റിപ്പോവും, മണ്ടത്തിലാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എപ്പോഴും ഓൾഡ് വരുമ്പോൾ തെറ്റിപ്പോവും. ഇതൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും അതിനുള്ള കൗണ്ടർ ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. എപ്പോഴും ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും ശരിയാവുന്നത്. 1 and 3 3 ഓൺലി ഉണ്ടെങ്കിൽ 3 ഓൺലി 3 ഓപ്ഷൻ വന്നാൽ അതന്നെ ആയിരിക്കും ശരിയാവുന്നത്. ദീസ് ആർ സം റെഗുലർ എലിമിനേഷൻ ട്രെയിനിങ്സ്. സ്ഥിരമായിട്ട് പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇറാഷണൽ അബ്സേർഡ് ആണ്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈവൻ നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതൊരു തേർഡ് പേഴ്സണോട് പറഞ്ഞു കൊടുക്കണം എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ നിങ്ങളോട് ചോദിക്കും ഇതെങ്ങനെയാണ് ഇത് കൗണ്ടർ ചെയ്യുന്നത്. സോ റാഷണൽ ആയിട്ട് പറയാൻ ശ്രമിക്കുക. ആ റാഷണൽ ആയിട്ട് പറയാൻ പറ്റണം. 7 ഓപ്ഷൻ എ വന്നുകൊണ്ട് 8ാമത്തെ എ വരില്ല എന്ന് വെച്ചാൽ സി യുത്തി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും എന്തല്ല, റാഷണൽ അല്ല. സോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിനും പ്രിലിംസിൽ ചെയ്യുന്നതിന് റാഷണൽ ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം. അതായത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരു മണ്ടത്തിലല്ല പറയുന്നുള്ള ധാരണ വേണം. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നി,
എനിക്ക് അങ്ങനെ എടുത്തു, ഞാൻ അങ്ങനെ കേട്ടു, അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിരിക്കണം. സോ ദാറ്റ്സ് ദ ലാസ്റ്റ് തിങ്, സയന്റിഫിക് റീസണിങ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ അഷ്വർ യു യു വിൽ ഡെഫിനറ്റ്ലി ക്ലിയർ ദ എക്സാമിനേഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ തറോലി ചെയ്യുക, ഓരോ ഡെസ്റ്റിനേഷൻ എൻഷുർ ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും പാസ്സാവും. അപ്പൊ നിങ്ങൾ ലീഡിന്റെ ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ട്, ഒരിക്കലും ലീഡിനെ മാത്രം എടുക്കരുത്, ബാക്കി എടുക്കണം. ചുമ്മാ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുക, അതിന് പുറമെ ബാക്കിയുള്ള ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാലേ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു 90-100 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ പേപ്പറിൽ മിനിമം ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ യുവർ അറ്റംപ്റ്റ്സ്. നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് 80 to 90 ക്വസ്റ്റ്യൻസ് പേപ്പർ ചെയ്യണം. അതല്ല വെറ്ററൻ ആണെങ്കിൽ കുറച്ച് ചെയ്താൽ മതി. സോ അത്രയൊക്കെ ചെയ്തിട്ട് ഈ കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആവുക, വളരെ സെൻസിബിൾ ആവുക, ക്ലിയർ കട്ടായിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. എനി ഡൗട്ട്സ്? സർ, നമ്മൾ ഗ്രൂപ്പിംഗ് ടെക്നിക്ക്, റിലേറ്റീവ് മെക്കാനിസം ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എക്സാമിന്? സോ അവിടെ പ്രാക്ടീസ്, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത് റെഡി ആയി വരും. ഇപ്പൊ പേഴ്സണൽ അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പേഴ്സണൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസിലൂടെയാണ് അത് ശരിയാക്കി എടുക്കുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം ഉണ്ടാവും. അതിനാണ് ഞാൻ പറഞ്ഞത് കുറേ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു എഫിഷ്യൻസി കൊണ്ടുവരാന്നുള്ളത്. ഓക്കെ ഓക്കെ സർ. നീഡിന്റെ ടെസ്റ്റ് എടുക്കുമ്പോ നമുക്ക് നമ്മളിപ്പോ ഫസ്റ്റ് റൗണ്ടിൽ ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു നമ്മൾ വേറെ തന്നെ എഴുതി വെച്ചിട്ട് ഇറക്കിയാണ് എന്നൊക്കെ എഴുതി വെക്കണോ? എങ്കിൽ മാത്രമല്ല നമുക്ക് പിന്നീട് റിസൾട്ട് വരുമ്പോ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ റൗണ്ട് ടേബിൾ ഡിസ്കഷനിൽ എന്നോട് പറയണം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ടൈം എടുത്ത് എഴുതി വെക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, അപ്പം കുറച്ച് ടൈം കൂടി പോകില്ലേ? അപ്പോഴല്ല, അത് അതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ എന്താ വെച്ചാൽ റൗണ്ട് ഇട്ട് വെക്കുക. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു വട്ടം വരച്ച് വെക്കുക. രണ്ടാമത്തെ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റാർ ഇട്ട് വെക്കുക. എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. അവിടെ എക്സാം എഴുതുമ്പോൾ ചെയ്യരുത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പം ചെയ്തു തുടങ്ങണോ? ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പറയാം. അത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, ഒരു ലാസ്റ്റ് 2 months ചെയ്താൽ മതി. ഫുൾ ടെസ്റ്റ് ചെയ്താൽ മതി. UPSC ക്ലാസ്സിക്സ് എടുക്കും, അപ്പൊ നിങ്ങൾ പറയും അത് ചെയ്തു വരാൻ പറയും, അപ്പൊ ചെയ്താൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ.